ചോദ്യം നമ്പർ 331 ശ്രീ സി കെ ഹരീന്ദ്രൻ, ബഹുമാനപ്പെട്ട തുറമുഖം, സഹകരണം, സാംസ്കാരിക വകുപ്പ് മന്ത്രി. സർ, എ. കസ്റ്റംസ് ആക്ട് 1962 സെക്ഷൻ എ പ്രകാരമുള്ള അംഗീകാരം ലഭ്യമായിട്ടുണ്ട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ കസ്റ്റംസ് തുറമുഖമായി അംഗീകരിച്ചുകൊണ്ടുള്ള ഡിക്ലറേഷൻ 15/6/2024 ലഭ്യമായിട്ടുണ്ട്. കസ്റ്റംസ് ആക്ട് 1962 സെക്ഷൻ 8 പ്രകാരമുള്ള അംഗീകാരവും ലഭ്യമായിട്ടുണ്ട്. സെക്ഷൻ 9 പ്രകാരം ലാൻഡിംഗ് ഏരിയയുടെയും കസ്റ്റംസ് ഏരിയയുടെയും പരിധി വ്യക്തമാക്കുന്ന വിജ്ഞാപനത്തിന്മേലുള്ള അംഗീകാരം 24/6/2024 ലഭ്യമായിട്ടുണ്ട്. കസ്റ്റംസ് ആക്ട് 1962 സെക്ഷൻ 45 മേൽ തത്വത്തിൽ അംഗീകാരം ലഭിച്ചു. കസ്റ്റംസ് ഏരിയ റെഗുലേഷൻ 2009 ചട്ടം 5 പ്രകാരം കാർഗോ കൈകാര്യം ചെയ്യുന്നതിനുള്ള അംഗീകാരം 24/6/2024 ലഭിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിനായുള്ള ലൊക്കേഷൻ കോഡ് 21/6/2024 ലഭ്യമായിട്ടുണ്ട്. ബി. EDI അംഗീകാരം ലഭ്യമാകാനുണ്ട്. കസ്റ്റോഡിയൻ കോഡിനുള്ള അംഗീകാരം ലഭ്യമാകാനുണ്ട്. ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് ICP ക്ലിയറൻസ് ലഭിക്കാനുണ്ട്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിനായുള്ള NSPCയുടെ ഇടക്കാല ക്ലിയറൻസ് 28/3/2024 ലഭ്യമായിട്ടുണ്ട്. ആയതിന് 7/10/2024 വരെ കാലാവധിയുണ്ട്. പൂർണ്ണ അംഗീകാരത്തിനുള്ള ഓഡിറ്റ് ഇൻസ്പെക്ഷൻ ജൂൺ 2024 നടന്നു. അംഗീകാരം പ്രതീക്ഷിക്കുന്നു. ISPS കോഡ് പ്രകാരം നിബന്ധനകൾ പാലിക്കുന്നതിനുള്ള ഇടക്കാല അംഗീകാരം 2/4/2024 ലഭ്യമായിട്ടുണ്ട്. സി. കസ്റ്റംസ് പ്രിവൻറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ് CBIC ബോർഡിൻ്റെയും വ്യവസ്ഥകൾ ആവശ്യങ്ങൾ പാലിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മേൽ സൂചിപ്പിച്ച വിവിധ കസ്റ്റംസ് അനുമതികൾ തുറമുഖത്തിന് ലഭിച്ചത്. ചുവടെ പറയുന്ന തുറമുഖ ഘടകങ്ങളുടെ പൂർത്തീകരണത്തിന് നടത്തിയ പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിന് ശേഷമാണ് മറ്റനുമതികൾ ലഭിച്ചത്. ബ്രേക്ക് വാട്ടർ 2960 മീറ്റർ ബ്രേക്ക് വാട്ടറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. കണ്ടെയ്നർ ബർത്ത് 800 മീറ്റർ കണ്ടെയ്നർ ബർത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഇതിൽ 400 മീറ്റർ പ്രവർത്തന സജ്ജമാണ്. തുറമുഖത്തെ NH-66 ബന്ധിപ്പിക്കുന്ന NH റോഡ് കണക്ടിവിറ്റി ആകെ 1700 മീറ്റർ നീളമുള്ള 4-വരിപ്പാതയുടെ ആദ്യത്തെ 600 മീറ്ററിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. റോഡിൻ്റെ ബാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. തുറമുഖത്തേക്കുള്ള യന്ത്രസാമഗ്രികൾ, കാർഗോ കൈകാര്യം ചെയ്യുന്നതിനുള്ള ക്രെയിനുകൾ, ആകെ 31 ക്രെയിനുകൾ വിഴിഞ്ഞം തുറമുഖത്ത് സ്ഥാപിച്ചു കഴിഞ്ഞു. ഇതിൽ 23 CRMG ക്രെയിനുകളും 8 RMQ ക്രെയിനുകളുമാണ് ഉൾപ്പെടുന്നത്. ഇവയുടെ കമ്മീഷനിങ്ങിനുള്ള പ്രവർത്തികൾ പുരോഗമിക്കുന്നു. തുറമുഖത്തേക്കുള്ള യന്ത്രസാമഗ്രികൾ: 1. ടാഗുകൾ 70 ടൺ BP 3 എണ്ണം, 55 ടൺ BP 1 എണ്ണം എല്ലാം തുറമുഖത്ത് ലഭ്യമായി കഴിഞ്ഞു. 2. പൈലറ്റ് കം സർവേ വെസൽ, പൈലറ്റ് കം പെട്രോൾ വെസൽ 1 വിഴിഞ്ഞത്ത് ലഭ്യമായി കഴിഞ്ഞിരിക്കുന്നു. 3. മൂറിംഗ് ലോഞ്ചസ് 2 എണ്ണത്തിനായുള്ള ഓർഡർ നൽകിയിട്ടുണ്ട്. 2024 സെപ്റ്റംബറിൽ ലഭ്യമാകും. 4. നാവിഗേഷൻ സഹായികൾ എല്ലാം സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പോർട്ട് ഓപ്പറേഷൻ ബിൽഡിംഗ് 220 kV GIS സബ്സ്റ്റേഷൻ ഗേറ്റ് കോംപ്ലക്സ്, 33 kV 11 kV പോർട്ട് സബ്സ്റ്റേഷൻ, സെക്യൂരിറ്റി ബിൽഡിംഗ്, വർക്ക്ഷോപ്പ് ബിൽഡിംഗ് നിർമ്മാണം പൂർത്തിയാക്കി കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. പോർട്ട് യൂസർ ബിൽഡിംഗ് നിർമ്മാണം പ്രവർത്തനം പുരോഗമിക്കുന്നു. ചുറ്റുമതിൽ, താൽക്കാലിക ചുമതല നിർമ്മാണം പൂർത്തിയായി. 63 ഹെക്ടർ ഡിക്ലറേഷൻ പൂർത്തീകരിച്ചു. 12.69 ഹെക്ടർ പവർ ബ്ലോക്ക് സ്ഥാപിക്കാൻ പൂർത്തിയായി. കണ്ടെയ്നർ സ്കാനിംഗ് ഫെസിലിറ്റി, കണ്ടെയ്നർ സ്കാനറുകൾ വാങ്ങുന്നതിലേക്കുള്ള അറ്റോമിക് എനർജി റെഗുലേഷൻ ബോർഡ് അംഗീകാരം 30/5/2024 ലഭ്യമായിട്ടുണ്ട്. കണ്ടെയ്നർ സ്കാനിംഗ് ഫെസിലിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. 2024 ആഗസ്റ്റോടെ കണ്ടെയ്നർ സ്കാനിംഗ് ഫെസിലിറ്റി പ്രവർത്തന സജ്ജമാകുന്നതാണ്. ഡി. കസ്റ്റംസ് ആക്ട് 1962 സെക്ഷൻ 7A പ്രകാരമുള്ള അംഗീകാരം വിഴിഞ്ഞം തുറമുഖത്തെ കയറ്റുമതി ഇറക്കുമതി ചരക്കുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള കസ്റ്റംസ് പോർട്ടായി അംഗീകരിച്ചിട്ടുണ്ട്. ഈ അംഗീകാരത്തിന്മേൽ വിഴിഞ്ഞം തുറമുഖത്തിന് കാർഗോ കൈകാര്യം ചെയ്യുവാനായി സ്വാധീനം വിവിധ കാർഗോ കണ്ടെയ്നറുകൾ നിറച്ച് കൈകാര്യം ചെയ്യുന്ന തരത്തിലാണ് വിഴിഞ്ഞം തുറമുഖം വിഭാവനം ചെയ്തിട്ടുള്ളത്. ശ്രീ സി കെ ഹരീന്ദ്രൻ. സാർ, തുറമുഖത്തിൻ്റെ പ്രവർത്തന നിർമ്മാണവും
പൂർത്തീകരണ ഘട്ടത്തിലാണല്ലോ. തുറമുഖം പ്രവർത്തന സജ്ജമാകുന്നതോടുകൂടി സംസ്ഥാനത്തെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും ഏതൊക്കെ മേഖലയിലാണ് മാറ്റം വരുമെന്നും വ്യക്തമാക്കാമോ? യെസ് മിനിസ്റ്റർ. സാർ, നമ്മുടെ നാടിൻ്റെ സാമ്പത്തികവും വാണിജ്യപരവും വ്യാവസായിക മേഖലയിൽ വലിയ രൂപത്തിലുള്ള സാധ്യതകൾ വളർന്നു വരികയാണ്. അതോടൊപ്പം തന്നെ വൻതോതിലുള്ള തൊഴിൽ സാധ്യതകളും ഇതെല്ലാം നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് വലിയ രൂപത്തിലുള്ള ഉത്തേജനം പകരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സജ്ജമാകുന്നതോടുകൂടി തൊഴിൽ സാധ്യതകൾ എന്തൊക്കെയാണെന്നും അവയിലേക്കുള്ള നിയമനങ്ങൾ സർക്കാർ നിയന്ത്രണത്തിലാണോ നടപ്പിലാക്കുന്നതെന്നും അറിയിക്കാമോ? യെസ് മിനിസ്റ്റർ. തൊഴിൽ സാധ്യതകളെ സംബന്ധിച്ച് കൃത്യമായി അസസ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അത് ഗവൺമെൻറ് അല്ല നിയമനം നടത്തുന്നത്. കൃത്യമായി പറഞ്ഞാൽ AVPPL ആണ് അത് നിയമനം നടത്തുക. ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ, തുറമുഖത്തിൻ്റെ ചോദ്യമുണ്ട് അങ്ങേക്ക്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ. സർ, വിഴിഞ്ഞം ഡെലിഗേറ്റ് ചെയ്താണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നുള്ള ചരക്ക് നീക്കം സുഗമമാക്കുന്നതിനായി എന്തെല്ലാം സൗകര്യങ്ങൾ ഒരുക്കാനാണ് സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുള്ളത് വ്യക്തമാക്കാമോ? യെസ് മിനിസ്റ്റർ. ചരക്ക് നീക്കത്തിലെ നിലവിലെ പരിമിതികൾ പരിഹരിക്കുന്നതിന് എന്തെല്ലാം റോഡുകൾ വികസന പദ്ധതികളാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? സാർ, ഇക്കാര്യത്തിൽ ആഴക്കടൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടാണ് തുറമുഖത്ത് കൈകാര്യം ചെയ്യുന്ന ചരക്കുകളുടെ ഏകദേശം 16% കരമാർഗമാണ്. അതോടൊപ്പം റെയിൽ സംവിധാനവും റോഡ് സംവിധാനവും ഇതിനായി ഇപ്പോൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ്. റെയിൽവേയുടെ പരിസ്ഥിതി പഠനം കഴിഞ്ഞു. അതിൻ്റെ DPR തയ്യാറാക്കി. ഇപ്പോൾ റെയിൽവേ അത് അംഗീകരിച്ചിട്ടുണ്ട്. അത് പുരോഗമിക്കുന്നു. ഇതുകൂടാതെ 1.7 കിലോമീറ്റർ റോഡിൻ്റെ പണികൾ അന്തിമഘട്ടത്തിലാണ്. അത് NHുമായി കണക്ട് ചെയ്യുന്ന രൂപത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ശ്രീ വി ജോയ്. സാർ, വിഴിഞ്ഞം തുറമുഖം ട്രയൽ റണ്ണിന് ഒരുങ്ങുകയാണ്. അപ്പോൾ ഈ ചരക്ക് നീക്കത്തെക്കുറിച്ച് അങ്ങ് ഇവിടെ സൂചിപ്പിച്ചു. ഈ വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പറയാമോ? അതുപോലെ തന്നെ 2ഉം 3ഉം പാരിസ്ഥിതിക പഠനം, അനുമതിക്ക് വേണ്ടിയിട്ടുള്ള പഠനം ഏതുവരെയായി എന്ന് പറയാമോ? യെസ് മിനിസ്റ്റർ. റോഡുമായി ബന്ധപ്പെട്ട കണക്ടിവിറ്റിയെ സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ NHന്റെ പ്രതിനിധികളുമായി കൂടിയാലോചന നടന്ന് ആ കാര്യത്തിന് അനുകൂലമായ തീരുമാനം ഉണ്ടായിട്ടുണ്ട്. 2ഉം 3ഉം ഘട്ടങ്ങളിലേക്കുള്ള പാരിസ്ഥിതിക പഠനം ഈ കഴിഞ്ഞ ജൂൺ 19 നടന്നു. അതിൽ 703 പേർ പങ്കെടുത്തിരുന്നു. 110 പേരാണ് പരാതികൾ നൽകിയത്. അത് സംബന്ധിച്ച് ശാന്തമായ അന്തരീക്ഷത്തിൽ അതെല്ലാം ചർച്ച ചെയ്ത് കേന്ദ്ര അനുമതിക്കായി ശുപാർശ സമർപ്പിച്ചിട്ടുണ്ട്. ശ്രീ കെ ആൻസ്ലാൻ. സാർ, വിഴിഞ്ഞം തുറമുഖം 1ാം ഘട്ട കമ്മീഷനുള്ള പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ? തുറമുഖം 1ാം ഘട്ട പ്രവർത്തനം എപ്പോൾ ആരംഭിക്കുമെന്ന് വിശദീകരിക്കാൻ കഴിയുമോ? യെസ് മിനിസ്റ്റർ. ഈ മാസം തന്നെ ട്രയൽ റൺ എടുക്കും സാർ. ഈ വർഷം തന്നെ കമ്മീഷൻ ചെയ്യും. ശ്രീ കെ ബാബു തൃപ്പൂണിത്തുറ. വിഴിഞ്ഞം പദ്ധതി തുടക്കത്തിൽ വയബിൾ ആകില്ല എന്നുള്ളത് കൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് തരാം എന്ന് സമ്മതിച്ചിട്ടുള്ളത്. ആ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ലഭ്യമാക്കുന്നതിനും അതുപോലെ തന്നെ അടിസ്ഥാന വികസന പദ്ധതികൾക്ക് വേണ്ടി ദീർഘകാലാടിസ്ഥാനത്തിൽ പലിശരഹിത വായ്പ തരുന്ന പദ്ധതിയുണ്ട് കേന്ദ്ര ഗവൺമെൻറ്. തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ അത് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ലഭ്യമാക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചു, അതിൻ്റെ ഫലം എന്താണ്? അതുപോലെ തന്നെ കഴിഞ്ഞ 8 വർഷം കൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് ഈ പദ്ധതിക്ക് വേണ്ടി എത്ര തുക ചെലവഴിച്ചു എന്നുകൂടി വ്യക്തമാക്കുന്നു. യെസ് മിനിസ്റ്റർ. കഴിഞ്ഞ 8 വർഷം കൊണ്ട് 884.38 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് മുടക്കിയിട്ടുണ്ട്. 2, അതിൻ്റെ VGF ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ത്രികക്ഷി കരാറിൽ ഒപ്പിടുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഫയലുകളും ക്രമീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഡേറ്റ് അടുത്ത ദിവസം നിശ്ചയിക്കും. 3, കൂടുതൽ ഫണ്ട് ലഭ്യമാക്കാൻ വേണ്ടി നബാർഡിനെ സമീപിച്ചിട്ടുണ്ട്. അതിന് തീരുമാനമായിട്ടുണ്ട്. ശ്രീ ജോബ് മൈക്കൽ. വിഴിഞ്ഞം അന്താരാഷ്ട്ര പോർട്ട് നിർമ്മാണം പൂർത്തീകരിക്കുന്ന ഈ അവസരത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഞാൻ അഭിനന്ദിക്കുകയാണ്. സർ, കോട്ടയം പോർട്ട് അങ്ങേ MLA ആയിരുന്ന കാലത്ത് നിർദ്ദേശിച്ചൊരു പദ്ധതിയാണ്. അവിടെ പോർട്ടിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഈ പോർട്ടിൽ നിന്ന്
കോട്ടയം ചങ്ങനാശ്ശേരി ബോട്ട് റൂട്ടിൽ കൂടി ചരക്ക് ഗതാഗതം നടത്താൻ വേണ്ട പദ്ധതി രൂപ നൽകുവാൻ തയ്യാറാകുമോ? അതുവഴി ചങ്ങനാശ്ശേരി, കൊട്ടനാട്, തിരുവല്ല തുടങ്ങിയ പ്രദേശങ്ങളിലെ കൂടുതൽ വികസനം ഉണ്ടാകുമെന്നുള്ള കാര്യം അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മാരിടൈം ബോർഡുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ചർച്ചകൾ നടന്നു കഴിഞ്ഞു. സമീപകാല ഭാവിയിൽ അങ്ങ് സൂചിപ്പിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും. ചോദ്യം നമ്പർ 332 ശ്രീ യു എ ലത്തീഫ്, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി. സർ, സംസ്ഥാനത്തെ ചില ട്രഷറികളിൽ വ്യാജ ചെക്കുകൾ ഉപയോഗിച്ച് തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ബി, തിരുവനന്തപുരം ജില്ലാ ട്രഷറി, തിരുവനന്തപുരം പെൻഷൻ പേയ്മെൻറ്റ് സബ് ട്രഷറി, കൊടുങ്ങല്ലൂർ സബ് ട്രഷറി, ചങ്ങരംകുളം സബ് ട്രഷറി, ചേലക്കര സബ് ട്രഷറി, വഞ്ചൂർ അഡീഷണൽ സബ് ട്രഷറി, നെയ്യാറ്റിൻകര പെൻഷൻ പേയ്മെൻറ്റ് സബ് ട്രഷറി, പത്തനംതിട്ട ജില്ലാ ട്രഷറി, കഴക്കൂട്ടം സബ് ട്രഷറി എന്നിവിടങ്ങളിൽ വ്യാജ ചെക്കുകൾ ഉപയോഗിച്ച് വിവിധ കാലഘട്ടങ്ങളിൽ, സർ കുറേ വർഷങ്ങളിലെ കണക്കുകളുണ്ട്, വിവിധ കാലഘട്ടങ്ങളിൽ 2014 മുതലുള്ള അതിന് മുമ്പുള്ളതായിട്ടുള്ള വിവിധ കാലഘട്ടങ്ങളിൽ ചില തട്ടിപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട്. സർ, സി, മേൽ ട്രഷറികളിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വകുപ്പ് തലത്തിലും പോലീസ് വിജിലൻസ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ തലത്തിലും അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ അച്ചടക്ക നടപടിയും നിയമ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ കേസുകളിലും ധനാപകരണം നടത്തിയ മുഖ്യപ്രതികളെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുകയും വീഴ്ച സംഭവിച്ച മറ്റുള്ള ജീവനക്കാർക്കെതിരെ ശക്തമായ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ധനാപകരണം നടത്തിയ മുഴുവൻ തുകയും ആയതിൻ്റെ 18% പലിശ ഉൾപ്പെടെ ജീവനക്കാരിൽ നിന്നും റവന്യൂ റിക്കവറി മുഖാന്തരം ഈടാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡി, സാർ, ഇത്തരം തട്ടിപ്പുകൾ ആവർത്തിക്കാതിരിക്കുന്നതിന് ട്രഷറി സോഫ്റ്റ്വെയറിലും ട്രഷറി ഇടപാട് നടപടിക്രമങ്ങളിലും കാതലായ മാറ്റം ഇതിനോടകം വരുത്തിയിട്ടുണ്ട്. ട്രഷറി ഇടപാടും സുരക്ഷിതത്തിനും സുതാര്യതയ്ക്കുമായി കൂടുതൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ നടപ്പിൽ വരുത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ട്രഷറി വകുപ്പിൽ എല്ലാ ജീവനക്കാർക്കും പെൻ അടിസ്ഥാനത്തിൽ IP ബൈൻഡ് ചെയ്ത് നൽകിയിട്ടുണ്ട്. അപ്രകാരം IP ബൈൻഡ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടർ മുഖാന്തരം മാത്രമേ ബന്ധപ്പെട്ട ജീവനക്കാരന് സ്വന്തം യൂസർ ID-യും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാൻ കഴിയുള്ളൂ. ട്രഷറി ഓഫീസർ UMAS ആപ്ലിക്കേഷനിൽ എല്ലാ ജീവനക്കാർക്കും അതത് ദിവസത്തെ പ്രവൃത്തി നിശ്ചയിച്ച് നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ജീവനക്കാർക്ക് അവരിൽ നിക്ഷിപ്തമായ നിർദ്ദിഷ്ട ചുമതലകൾ നിർവഹിക്കാൻ കഴിയുള്ളൂ. അതിന് പ്രകാരം ട്രഷറി ഇടപാടുകൾ നടത്തുന്നതിനായി ജീവനക്കാരൻ ബയോമെട്രിക് പഞ്ചിങ് സംവിധാനത്തിൽ അറ്റൻഡൻസ് രേഖപ്പെടുത്തിയതിനു ശേഷം ട്രഷറി ഇടപാടുകൾ നടത്തുന്നതിന് കോർ TIS ആപ്ലിക്കേഷനിൽ തനിക്ക് നിശ്ചയിച്ചിട്ടുള്ള IP മുഖാന്തരം പ്രവേശിച്ച് ആധാറിൻ്റെ അവസാനത്തെ 8 അക്കങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ ജീവനക്കാരൻ്റെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ 24 മണിക്കൂർ മാത്രം വാലിഡിറ്റി ഉള്ള ഒരു OTP ലഭിക്കുന്നു. ഇതുപയോഗിച്ച് മാത്രമേ അന്നേ ദിവസം ഇടപാടുകൾ നടത്തുന്നതിനായി ബന്ധപ്പെട്ട ജീവനക്കാരന് ലോഗിൻ ചെയ്യാൻ കഴിയുള്ളൂ. ഓൺലൈൻ ഇടപാടുകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി ഇടപാടുകാരുടെ പാസ്വേഡ് നിശ്ചിത ഇടപാടുകളിൽ നിർബന്ധിതമായി മാറ്റുന്നതിനുള്ള സംവിധാനം tsbonline.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 ദിവസത്തിലധികം അവധിയിൽ പ്രവേശിക്കുന്നവരുടെ വിരമിക്കുന്നവരുടെയും LPR പ്രവേശിക്കുന്നവരുടെയും VRS എടുക്കുന്നവരുടെയും യൂസർ ID-യും പാസ്വേഡും സ്വയം നിഷ്ക്രിയമാകുന്നതിനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സർ, സൈബർ സുരക്ഷ മുൻനിർത്തി എല്ലാ ട്രഷറി ആപ്ലിക്കേഷനുകളിലും ദേശീയ ഏജൻസിയായ STQC മുഖേന സെക്യൂരിറ്റി ഓഡിറ്റ് നടത്തിയിട്ടുണ്ട്. ആയതിൻ്റെ കാലാവധി കഴിയുന്ന മുറയ്ക്ക് വീണ്ടും സെക്യൂരിറ്റി ഓഡിറ്റ് നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ ട്രഷറി ഇൻ്റർനെറ്റ് അധിഷ്ഠിത വെബ്സൈറ്റുകളുടെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായി SSL സെക്യൂരിറ്റി സോക്കറ്റ്സ് ലെയർ സർട്ടിഫിക്കറ്റുകൾ പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട്. അവയുടെ കാലാവധി കഴിയുന്ന മുറയ്ക്ക് പുതുക്കുന്നുണ്ട്. സ്പാർക്ക് രേഖപ്പെടുത്തിയ ഔദ്യോഗിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ട്രഷറി ജീവനക്കാർക്ക് ട്രഷറി ആപ്ലിക്കേഷനുകൾക്കുള്ള പ്രവേശനം അനുവദിക്കുന്നുള്ളൂ. എല്ലാ ട്രഷറികളും CCTV സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ട്രഷറി ഇടപാട് നടക്കുമ്പോൾ ഏത് ജീവനക്കാരൻ അസൈൻ ചെയ്ത് നൽകിയിട്ടുള്ള IP മുഖാന്തരമാണ് നടന്നിട്ടുള്ളതെന്നും ഏത് ജീവനക്കാരൻ്റെ യൂസർ ID-യും പാസ്വേഡും ഉപയോഗിച്ച് എപ്പോഴാണ് ഈ ഇടപാട് നടന്നിട്ടുള്ളതെന്നും വ്യക്തമായി മനസ്സിലാക്കുന്നതിനുള്ള സംവിധാനം ട്രഷറിയിൽ നിലവിലുണ്ട്. സർ, ട്രഷറിയിൽ നിന്ന് പണം പിൻവലിക്കുമ്പോൾ പ്രസ്തുത വിവരം SMS മുഖേന അക്കൗണ്ട് ഉടമയുടെ KYC-യിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് അറിയിക്കുന്നതിനുള്ള സംവിധാനം ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ചെക്ക് ബുക്ക് വിതരണം ചെയ്യുമ്പോഴും മേൽപ്രകാരം അക്കൗണ്ട് ഉടമയ്ക്ക് SMS മുഖേന വിവരം നൽകുന്നതിനുള്ള സംവിധാനത്തിൻ്റെ ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സർ, നടപ്പിലാക്കുന്ന പരിപാടികളെന്ന ഭാവിയിൽ കുറച്ചുകൂടി ചില കാര്യങ്ങൾ കൂടി ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ട്രഷറി ഇടപാടുകളുടെ സുരക്ഷിതത്തിനും സുതാര്യതയ്ക്കുമായി ഉടൻ പ്രാബല്യത്തിൽ വരുത്തുവാൻ തീരുമാനിച്ചിട്ടുള്ള സുരക്ഷാ ക്രമീകരണ മാനദണ്ഡങ്ങൾ താഴെ പറയുന്നതാണ്. സർ, എല്ലാ അക്കൗണ്ട് ഉടമകൾക്കും KYC നിർബന്ധമാക്കും. 6 മാസം ഇടപാടുകൾ നടത്താത്ത അക്കൗണ്ടുകൾ താൽക്കാലികമായി മരവിപ്പിക്കും. ഒരു അക്കൗണ്ട് ഉടമയ്ക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ള ചെക്ക് ബുക്കിലെ 3 ചെക്ക് ലീഫുകൾ അവശേഷിക്കുമ്പോൾ മാത്രമേ പുതിയ ചെക്ക് ബുക്ക് അനുവദിക്കുകയുള്ളൂ. ഇടപാടുകാരൻ്റെ മൊബൈലിലേക്ക് വരുന്ന OTP-യുടെ അടിസ്ഥാനത്തിൽ മാത്രം പുതിയ ചെക്ക് ബുക്ക് ഇഷ്യൂ ചെയ്യുകയുള്ളൂ. ഇടപാടുകാരൻ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ മാറ്റുന്നതിന് പഴയ മൊബൈൽ നമ്പർ ലഭിക്കുന്ന ഈ സന്ദേശത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. പെൻഷൻ നിർത്തലാക്കുമ്പോൾ തന്നെ പെൻഷനേഴ്സ് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലെ ഇടപാടുകൾ സ്വയം മരവിക്കും. ട്രഷറി പെൻഷൻ ആപ്ലിക്കേഷനിൽ LSGD K-സ്മാർട്ടുമായി സംയോജിപ്പിച്ച് പെൻഷൻകാർ മരണപ്പെടുമ്പോൾ പ്രസ്തുത വിവരം ലഭ്യമാക്കി പെൻഷൻ നിർത്തലാക്കും. ബാങ്കിംഗ് സെക്ടറുമായി കിടപിടിക്കുന്ന രീതിയിലുള്ള
സോഫ്റ്റ്വെയർ സംവിധാനം നടപ്പിലാക്കുന്നതിന് ബാങ്കിംഗ് സോഫ്റ്റ്വെയർസ് ഡെവലപ്പേഴ്സുമായി ചർച്ചകൾ നടത്തി തുടർ ക്രമീകരണം നടപ്പിലാക്കും. യെസ്, ശ്രീ യു എ ലത്തീഫ്. സർ, സർക്കാരിൻ്റെ സ്വന്തമായ ഏറ്റവും വിശ്വസ്തതയുള്ള ട്രഷറിയിൽ തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നത് പോലെ വ്യാജ ചെക്കുകൾ ഉപയോഗിച്ച് പണം തട്ടുന്നത് തടയാൻ നടപടികൾ സ്വീകരിക്കുന്നു എന്ന ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മറുപടിയിൽ വളരെ സന്തോഷം. അതോടൊപ്പം ട്രഷറിയിൽ പോലും പണം നിക്ഷേപിച്ചാൽ അതിന് സുരക്ഷിതത്വമില്ലെന്ന തോന്നൽ നിക്ഷേപകർക്കുണ്ടാവുന്നത് കൊണ്ട് പണം നഷ്ടപ്പെടുന്ന നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകുന്നതിന് സർക്കാർ നടപടി സ്വീകരിക്കുമോ എന്നാണ് സർ എൻ്റെ ചോദ്യം. യെസ് മിനിസ്റ്റർ. സർ, ട്രഷറിയിലെ പണം ട്രഷറിയെ വിശ്വസിച്ചിട്ടിരിക്കുന്നതാണ്. അതിനകത്ത് എന്തെങ്കിലും പോരായ്മ ട്രഷറിയിലെ ഒരു ഉദ്യോഗസ്ഥൻ തട്ടിപ്പ് കാണിച്ചെങ്കിൽ അത് ഈ പണം ഇട്ടവരെ ബാധിക്കുന്നതല്ല. അതേത് നിയമത്തിലുള്ളത് സർ. അങ്ങനെ അവരുടെ കാര്യത്തിനകത്ത് സംരക്ഷണം ഉണ്ടാവും. ട്രഷറി ആ പണം ഇട്ടിരിക്കുന്ന ഇടപാടുകാരുടെ കാര്യത്തിൽ സംരക്ഷണം ഉണ്ടാവും എന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ മുഴുവൻ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്. 2010 മുതലുള്ള കേസുകൾ എൻ്റെ കയ്യിലുണ്ട് സർ. ഓരോ ഘട്ടത്തിലും ചെയ്തിട്ടുള്ള നടപടികളുണ്ട്, ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്, റവന്യൂ റിക്കവറി നടപടികളിലേക്ക് പോയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാം നടപടി എടുത്തിട്ടുണ്ട് സാർ. ഇപ്പോൾ ഓരോ ഘട്ടത്തിലും നമ്മൾ കുറച്ചുകൂടി ഇത് സുതാര്യത വരുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അക്കൗണ്ട് ഉള്ള ആളുകൾക്ക് യാതൊരു സംശയത്തിൻ്റെ ഇടയില്ല. വളരെ അപൂർവം ചില കേസുകളാണ് ഉണ്ടായത് റിപ്പോർട്ട് ചെയ്തതും. അത് തടയുക മാത്രമല്ല, അവരുടെ കാര്യം സംരക്ഷിക്കും. അതിന് അവരുടെ പണം നഷ്ടപ്പെടില്ല സർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഇതുവരെ എത്ര ആളുകൾ വ്യാജ ചെക്കുകൾ ഉപയോഗിച്ച് പണം തട്ടി എന്ന് പറയാൻ സാധിക്കുമോ? എത്ര പണമാണ് നഷ്ടപ്പെട്ടത് എന്ന് പറയാൻ സാധിക്കുമോ എന്നാണ് സാറിൻ്റെ രണ്ടാമത്തെ ചോദ്യം. യെസ് മിനിസ്റ്റർ. സാമാന്യ ദീർഘമായൊരു മറുപടിയാണ് ഇത്, ഇങ്ങനൊരു കാര്യം ആയതുകൊണ്ട്. സാർ, വിവിധ ഘട്ടങ്ങളിൽ 2007 മുതലുള്ള ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. 2007 ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് ജൂനിയർ അക്കൗണ്ടൻ്റ് ആയിരുന്ന MT ജോസഫിനെ ട്രഷറി ഡയറക്ടർ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. 1,61,889 രൂപയോ അതിൻ്റെ 18% ഈടാക്കുന്നതിന് ഉത്തരവ് കൊടുത്ത് അതിൻ്റെ നടപടി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഉത്തരവാദിത്തമുള്ള മറ്റുദ്യോഗസ്ഥന്മാർക്ക് നടപടികൾ എടുത്തിട്ടുണ്ട്. നേരിട്ടുള്ളവർക്കാണ് ഈ ഡിസ്മിസൽ വന്നത്. സാർ, 2010 ഇതേപോലൊരു കേസ് ഉണ്ടായിട്ടുണ്ട്. അന്ന് ബന്ധപ്പെട്ട സീനിയർ അക്കൗണ്ടൻ്റ് SV വിനോദ് അടക്കമുള്ളവരുടെ പേരിൽ കേസുണ്ടായി. ഇതിനകത്ത് വന്ന തുകകളാണ് പറയുന്നത്. 2014 കൊടുങ്ങല്ലൂർ സബ് ട്രഷറിയിൽ നിന്നും വ്യാജമായി ചെക്ക് ബുക്ക് ഇഷ്യൂ ചെയ്തതിൻ്റെ പേരിൽ ഒരു അക്കൗണ്ടൻ്റായിരുന്ന ശ്രീ KM അലിക്കുഞ്ഞിനെ സർവീസിൽ നിന്നും ഡിസ്മിസ് ചെയ്യും സർക്കാരിനുണ്ടായ നഷ്ടം തിരികെ ഈടാക്കുന്നതിനായി നടപടി സ്വീകരിക്കുകയുണ്ടായി. അവിടെയുള്ള മറ്റുദ്യോഗസ്ഥന്മാർക്ക് വിവിധ നടപടികളുണ്ടായി. 2019 ഞാൻ പറഞ്ഞു. 2020 പ്രമാദമായൊരു കേസ് വന്നിരുന്നത്, നേരത്തെ വന്നിരുന്ന ട്രഷറിയിലെ വലിയൊരു തുക എടുത്തത്. അത് സംബന്ധിച്ച് ടിയാനെ ഡിസ്മിസ് ചെയ്തു. അതിന് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ഉൾപ്പെടെ കേസെടുക്കുന്നു, നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. 2022 ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം പത്തനംതിട്ട ജില്ലാ ട്രഷറിയിൽ നിന്ന് ഒരു വ്യാജ അക്കൗണ്ട് തുടങ്ങിയതിൽ പെൻഷനറുടെ സ്ഥിര നിക്ഷേപവും മറ്റു തുകകളും എടുത്ത ഒരു വിവരം വന്നപ്പോൾ തന്നെ അതിന് നടപടി സ്വീകരിച്ചു. അപ്പം തന്നെ ഇതെല്ലാത്തിനകത്തും ഇവരെ അപ്പം തന്നെ അറസ്റ്റ് ചെയ്യുകയും നടപടി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഡിസ്മിസ് ചെയ്യുക മാത്രമല്ല, ക്രിമിനൽ കേസുകളുണ്ട് സാർ. ഇങ്ങനെ ഇതിൻ്റെ ആകെ തുകകൾ കൂട്ടിയെടുക്കണം. പക്ഷേ ഇത്രയും കേസിനിടയ്ക്ക് വന്നിട്ടുള്ള 4-5-6 കേസുകളെല്ലാം കൃത്യമായി നടപടി എടുത്തിട്ടുണ്ട്. ഇനിയും അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നുണ്ട് സാർ. ശ്രീ KP മജീദ്. സർ, എല്ലാ ബാങ്കുകളും അവരുടെ നിക്ഷേപകരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള ATM ആണെങ്കിലും മറ്റു ഓൺലൈൻ സംവിധാനമൊക്കെ സജീവമായിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ട്രഷറിയിൽ പണം നിക്ഷേപിച്ചാലോ പണം പിൻവലിച്ചാലോ നിക്ഷേപകർക്ക് യാതൊരു അറിവുണ്ടാവില്ല. കാരണം ഇപ്പോഴും പഴയ ആ രീതിയിലേക്ക് പോവുകയാണ്. അങ്ങനെ പരിശോധിച്ച് കാണുന്നത്. ഇപ്പോൾ MLA-മാരുടെയൊക്കെ ശമ്പളമൊക്കെ ഇപ്പോൾ ട്രഷറിയിൽ നിന്നായിരുന്നത്. അങ്ങ് ആ പാസ്ബുക്ക് നോക്കിയിട്ടുണ്ടോ? 4 ഷീറ്റ് ഇങ്ങനെ മടക്കിയിട്ട് ഒരു പ്രിൻറ്റ് ചെയ്ത പാസ്ബുക്കാണ് തരുന്നത്. അത് കണ്ടാൽ തന്നെ അങ്ങയുടെ വകുപ്പിൻ്റെ ദയനീയ സ്ഥിതി കാണാൻ കഴിയും. അതുകൊണ്ട് ഈ കാലത്തിനനുസരിച്ച് ട്രഷറിയിലെ നിക്ഷേപകരുടെ കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടി എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് പറയാമോ? യെസ് മിനിസ്റ്റർ. സർ, നേരത്തെ ചോദിച്ച നമ്മുടെ ഈ ഇടപാടുകാരുടെ കാര്യം പറയാം. ഇതുവരെയുള്ള കേസുകളിൽ മുഴുവൻ ഏറ്റവും ഒടുവിലെന്ന ഒരു മാസം പോകുന്ന കേസ് വെച്ച് ബാക്കി എല്ലാത്തിനകത്തും നഷ്ടപ്പെട്ട മുഴുവൻ തുകയും ഇടപാടുകാർക്ക് നൽകിയിട്ടുണ്ട് സാർ. നേരത്തെ ചോദിച്ച ചോദ്യം മുഴുവൻ നൽകിയിട്ടുണ്ട്. അതിനകത്ത് നൽകുമെന്നല്ല, നൽകിയിട്ടുണ്ട് സാർ. അതിനകത്ത് യാതൊരു സംശയമില്ല സാർ. ഈ സിസ്റ്റത്തിനകത്ത് കുറച്ച് നമ്മുടെ ട്രഷറി സിസ്റ്റം വളരെ പഴയ സിസ്റ്റമാണ് ആയിരുന്നു. അതിനകത്ത് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഓൺലൈനായിട്ട് ബാങ്കിൽ നടക്കുന്ന എല്ലാ കാര്യവും നമുക്ക് പരിമിതിയുണ്ട്. കാരണം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റിസർവ് ബാങ്കിൻ്റെ അനുവാദം വേണം. ഇപ്പോൾ ചെക്ക് പണം
പിൻവലിച്ചാൽ ഉടൻ തന്നെ നമുക്ക് മെസ്സേജ് കിട്ടുന്ന സംവിധാനം വന്നിട്ടുണ്ട്. ഇനി പണം നിക്ഷേപിച്ചാൽ ഇപ്പോൾ ഇല്ല സാർ, ഇപ്പോൾ നിക്ഷേപിച്ചാലില്ല. അത് അടിയന്തരമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാർ. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഞങ്ങൾ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം, നമുക്കുള്ള സെർവറിൻ്റെ കപ്പാസിറ്റി വളരെ കുറവായിരുന്നു. അതിനകത്ത് പഴയ ഒരു സിസ്റ്റം വെച്ചിട്ടായിരുന്നു സാർ തുടങ്ങിയിരുന്നത്. അപ്പോൾ ആ സെർവർ ഉൾപ്പെടെ അതിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിച്ച് കുറേയേറെ അതിനായിട്ട് പണം മാറ്റിവെച്ച് ചെയ്ത സെർവറിൻ്റെ സിസ്റ്റം കറക്റ്റാക്കി സാർ. ഇപ്പോൾ ഏതൊരു ജീവനക്കാരനും, നേരത്തെ അവിടുത്തെ ജീവനക്കാരന് ഈ ഇതിലേക്ക് കയറുമ്പോൾ അവരുടെ തമ്പിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവരെ പറ്റിയുള്ള കണക്ടിവിറ്റിയുടെ കാര്യം പ്രശ്നമുണ്ടായിരുന്നു. അവരെങ്ങനെയാണ് അത് കയറുന്നത്, ഇതിന് ഓതൻറ്റിക്കേഷൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതിന് സിസ്റ്റമാക്കി സാർ. ഇനിയിപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ബാക്കി ചില കാര്യങ്ങൾ കൂടി വരാനുണ്ട്. അതിനകത്ത് ഇപ്പോൾ പറഞ്ഞ ബാങ്കുകളുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്യുന്ന ആളുകളുമായി ചേർന്നിട്ട് തന്നെ, അല്ലെങ്കിൽ വലിയ അത്തരം കമ്പനികളുമായി തന്നെ ചർച്ച ചെയ്ത് കുറച്ചുകൂടി നമ്മൾ ഇതിൻ്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കും. എന്തായാലും കൃത്യമായി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ കൃത്യമായി എല്ലാ സ്ഥലത്തും ഒന്നുകൂടി എല്ലാ ട്രഷറികളിലും ഒന്നുകൂടി ഇൻസ്പെക്ഷൻ നടത്താൻ, സാധാരണ നടത്തുന്ന റുട്ടീൻ ഇൻസ്പെക്ഷൻ അല്ലാതെ തന്നെ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. 2 മാസത്തിനകം ആ കാര്യങ്ങൾ നടപടിക്രമം പൂർത്തീകരിക്കും സാർ. ഈ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ടതുണ്ട് സാർ. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ. സാർ, സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നിടത്ത് സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വിശ്വാസ്യതമായ ഒരു മേഖലയാണ് ട്രഷറി എന്നാണ് നമ്മളൊക്കെ കരുതുന്നത്. സാർ, അവിടെ ഇത്തരം സാമ്പത്തിക ക്രമക്കേടുകൾ നടക്കുന്നത് പ്രയാസകരമാണെന്ന് പറയേണ്ടതില്ല. സാർ, അതിനങ്ങ് ബയോമെട്രിക് സോഫ്റ്റ്വെയർ ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി ബയോമെട്രിക് പഞ്ചിങ് ഉൾപ്പെടുത്തുന്നു എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. സാർ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇപ്പോൾ തൊട്ടടുത്ത് കഴക്കൂട്ടം ട്രഷറികളിലടക്കം നടന്ന തിരിമറികളിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥ നിരപരാധിയായ ആളുകൾ വരെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. സർ, ഏറ്റവും അനിവാര്യമായ ട്രഷറികളിൽ ജോലി ചെയ്യാൻ കൂടുതൽ ആളില്ലാതിരിക്കുകയും ആവശ്യമില്ലാത്തയിടത്ത് ആളുകൾ കൂടുതലുണ്ടാകുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇതിന് പ്രയാസമുണ്ടാക്കുന്നു എന്ന് കേൾക്കുന്നു. അതുകൊണ്ട് ഈ ജോലിഭാരം കുറയ്ക്കുന്നതിനാൽ വേണ്ടി ആനുപാതികമായി ജോലിക്കാരെ പുനർവിന്യാസം നടത്തി ഈ പ്രയാസം പരിഹരിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുമോ? യെസ് മിനിസ്റ്റർ. തീർച്ചയായിട്ടും സാർ, അങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് ആളുകൾ ഇല്ലാത്തൊരു പ്രശ്നം അങ്ങനെ വകുപ്പിൻ്റെ കാര്യത്തിൽ കാര്യമായി ശ്രദ്ധപ്പെട്ടിട്ടില്ല. എങ്കിലും അങ്ങയുടെ ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും സ്ഥലത്ത് അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ നോക്കാം എന്ന് മാത്രമല്ല, സ്ഥിരമായി ചില സ്ഥലത്ത് ഇരിക്കുന്ന ആളുകളുണ്ട് ദീർഘകാലം. അത് അവരുടെ സൗകര്യങ്ങൾക്കൊക്കെ അനുസരിച്ചായിരിക്കും, അവരുടെ യാത്രാ സൗകര്യം, വീട്ടിലെ സൗകര്യം. പക്ഷേ അത്തരം കാര്യങ്ങളിലും ഒന്നുകൂടെ ഒരു പുനഃപരിശോധന നടത്താം. കാരണം സ്ഥിരമായിട്ട് അവിടെ തിരുന്നിട്ട് എല്ലാ കാര്യവും മനസ്സിലാക്കി സാർ, ഇത് വളരെ മരിച്ചുപോയ ആൾ 3 വർഷം 2 വർഷം ഇടപെടുന്നില്ലെങ്കിൽ അത്തരം ആളുകളെ നോക്കി കണ്ടുപിടിച്ച് ചെയ്യുന്ന ചില പ്രശ്നങ്ങളാണ് നമ്മുടെ ശ്രദ്ധ വന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നോക്കി കൃത്യമായ നടപടിയെടുക്കും സാർ. ഈ പറഞ്ഞ കാര്യങ്ങളും ജീവനക്കാരുടെ പുനഃക്രമീകരണം അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കും സാർ. ശ്രീ AK മഷ്റഫ് ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ NA നെല്ലിക്കുന്ന്. സാർ, നമ്മുടെ ട്രഷറികളിൽ വലിയ തട്ടിപ്പുകളാണ് നടക്കുന്നത്. പക്ഷേ വൻ സ്രാവുകൾ രക്ഷപ്പെടുന്നു, സാധാരണ ജീവനക്കാരാണ് കുടുങ്ങുന്നത്. ഇപ്പോൾ 2020 വഞ്ചി സബ് ട്രഷറി കേസുകളിലൊക്കെ നമ്മൾ കണ്ടത് അതാണ്. സാർ, ഈ കമ്പ്യൂട്ടർ വൽക്കരണത്തിന് ശേഷവും ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നു എന്നതാണ് നമ്മെ എല്ലാവരെയും സങ്കടപ്പെടുത്തുന്നത്. സാർ, നമ്മുടെ സോഫ്റ്റ്വെയർ പഴയതാണ്, അതുപോലെ തന്നെ കണക്കുകൾ ഒത്ത് നോക്കുന്നില്ല. ഉത്തരം പറഞ്ഞു. സാറിനും എനിക്കും ട്രഷറികളിൽ അക്കൗണ്ട് ഉണ്ട് സാർ. ഇത് എൻ്റെ പാസ്ബുക്കാണ് സാർ. എപ്പോഴെങ്കിലും പോയാൽ ഇത് മാനുവലായി അപ്ഡേറ്റ് ചെയ്യും എന്നല്ലാതെ സാധാരണ ബാങ്കുകളിൽ ചെയ്യുന്നത് പോലെ കമ്പ്യൂട്ടറിൽ ഒന്ന് ഇത് അപ്ഡേറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു സൗകര്യം ഇതുവരെ ഇല്ല. അതാണിപ്പോൾ നമ്മുടെ KP മജീദ് സാഹിബ് ഇവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പരിഷ്കരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. വല്ല നടപടിയും സ്വീകരിക്കുമോ? സാർ, മാനുവലായി അങ്ങനെ പാസ്ബുക്ക് എപ്പോഴും എൻ്റർ ചെയ്യുന്ന കാര്യമല്ല, ഇപ്പം മാനുവൽ അല്ലാതെ തന്നെ ചെയ്യുന്നുണ്ട് സാർ. എന്താണ് അങ്ങയുടെ പാസ്ബുക്കിന് സംഭവിച്ചതെന്നുള്ളത് ശ്രദ്ധിക്കാം. അല്ല, ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ഈ എന്തായാലും തിരുവനന്തപുരത്തൊക്കെ മാനുവൽ അല്ലാതെ തന്നെ ചെയ്യുന്നുണ്ട്. ഞാനത് നോക്കാം സാർ, ഏതെങ്കിലും ഉള്ളതുണ്ടെങ്കിൽ മാനുവൽ അതിന് സിസ്റ്റം ആയിട്ടുണ്ട് സാർ. അല്ല, ഞാനതിനകത്ത് പൊതുവിൽ ആ സംവിധാനം വന്നിട്ടുണ്ട്, എന്തെങ്കിലും ഉണ്ടോ അതിൻ്റെ സ്ഥലത്ത് നോക്കാം സാർ. ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ. ഈ തട്ടിപ്പുകൾ എല്ലാ കാലത്തും നടന്നിട്ടുണ്ട്. കാരണം തട്ടിപ്പുകൾ നടക്കാത്ത മേഖലകളില്ല എന്നുള്ളതാണ് വാസ്തവം. അതിൽ ട്രഷറിയിൽ ആളുകൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്യാൻ തന്നെ ആളുകൾക്ക് ഭയമാണ്. കാരണം ഗവൺമെൻറ് ട്രഷറി ബാൻ കൊണ്ടുവരുമ്പം ചിലപ്പം പിൻവലിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്നുള്ള ആശങ്ക നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് പുറമെ ഇത്തരം തട്ടിപ്പുകൾ കൂടി വരുമ്പം ആളുകൾ പുതുതായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ മടിക്കും, ഭയം തോന്നും ആളുകൾക്ക്. ഇതിലിപ്പം ഇവിടെ നെല്ലിക്കുന്ന് പറഞ്ഞ മാതിരി സാർ, ഈ കാര്യത്തിൽ എഴുതി നൽകുന്ന പല സ്ഥലത്തും ഉണ്ട്. ഇപ്പം കോഴിക്കോടുണ്ട്, ഇവിടുത്തെ ട്രഷറിയിലുണ്ട്. അപ്പോൾ അതൊന്ന് പരിശോധിക്കേണ്ടതാണ്. ഇത്തരം തട്ടിപ്പുകൾ തടയാൻ ഏറ്റവും ആധുനികമായിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമുക്കുണ്ടെങ്കിലും
അതിനെയൊക്കെ മറികടക്കുന്ന നിലയിലാണ് ഇപ്പോൾ തട്ടിപ്പുകാരുടെ പ്രവർത്തനങ്ങൾ. Yeah. ഒരു മേഖലയിലും ഇല്ല തട്ടിപ്പ് ഇല്ലാത്ത ഒരു മേഖലയില്ല. അതുകൊണ്ട് ട്രഷറി തട്ടിപ്പുകൾ തടയാൻ ഈ സർക്കാർ സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കാം. മിനിസ്റ്റർ. സാർ, തട്ടിപ്പുകൾ തടയാൻ സ്വീകരിച്ച നടപടികൾ വിശദമായിട്ട് ആദ്യം തന്നെ വിശദീകരിച്ചിരുന്നു സാർ. എന്തായാലും ട്രഷറിയുടെ വിശ്വാസ്യത പോകുന്ന തരത്തിലേക്ക് ഒരു കാര്യവും വന്നിട്ടില്ല. കാരണം ഞാനൊരു 10-15 വർഷത്തെ റിപ്പോർട്ട് ചെയ്ത കണക്കുകളാണ് പറഞ്ഞു. ഇത് നമ്മുടെ എല്ലാം പൊതുവിൽ സ്റ്റേറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിമാനമാണ് കേരളത്തിലെ ട്രഷറി. അതിനകത്ത് ഒറ്റപ്പെട്ട കേസുകൾ വന്നിട്ടുണ്ടെങ്കിലും കർശനമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഈ പണം നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾക്കെല്ലാം പണം തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സിസ്റ്റം കഴിഞ്ഞ 2-3 വർഷമായിട്ട് കുറച്ചുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെർവറിൻ്റെ അപ്ഡേഷൻ, ബാക്കി കാര്യങ്ങൾ, ഇതിന് ഓൺലൈനായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ സാർ, എല്ലാം ഓൺലൈനും കമ്പ്യൂട്ടർ ആയതുകൊണ്ട് തട്ടിപ്പൊന്നും ഇല്ലാതാവുമെന്ന് ധരിക്കരുത്. കാരണം ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്നത് ഓൺലൈൻ രംഗത്താണ്, വലിയ ബാങ്കുകളുടെയൊക്കെ. സാർ, അതുകൊണ്ട് ഏത് സിസ്റ്റം വന്നാലും വളരെ കൃത്യമായി വിജിലൻ്റായി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അതിന് വളരെ ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ ചോദ്യത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒന്നുകൂടെ കൃത്യമായിട്ട് ആ സിസ്റ്റം പിന്നെ എന്തെങ്കിലും ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ പരമാവധി ഇപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഇപ്പോൾ ഉള്ള ലൂപ്പ് ഹോളുകൾ ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ സ്വീകരിക്കും സാർ. ശ്രീ സനീഷ് കുമാർ ജോസഫ്. ചാലക്കുടി സബ് ട്രഷറിയുടെ കെട്ടിടം ചോർന്നൊലിക്കുന്ന അവസ്ഥയാണ്. വളരെ പരിമിതമായ സാഹചര്യങ്ങളിലാണ് ട്രഷറി ഓഫീസ് പ്രവർത്തിക്കുന്നത്. നിരവധി പ്രാവശ്യം ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് പുതുക്കി പണിയും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പുതുക്കി പണിയുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമോ? സാർ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡയറക്ടർ കാര്യമല്ലെങ്കിലും ഈ ട്രഷറി 20-ലധികം ട്രഷറികൾ ഇപ്പോൾ പുതുക്കി പണിയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. നേരത്തെ തന്നെ കുറേയേറെ ട്രഷറി പുതുക്കി പണിഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ കാര്യം പരിശോധിക്കാം സാർ. ശ്രീ പ്രഭാകരൻ. ട്രഷറി ഇടപാടുകളിൽ ഒരു കാരണവശാലും ഒരു അപാകതയും ഉണ്ടായിക്കൂടാ. അത് തടയാൻ കണിശമായ നിലപാട് തന്നെ സ്വീകരിക്കണം. ഇപ്പോൾ വഞ്ചിയൂർ ട്രഷറി തട്ടിപ്പ് കേസിലെടുത്ത നിലപാടുകൾ എന്താണ് എന്ന് വ്യക്തമാക്കാമോ? അതോടൊപ്പം ATM സംവിധാനം ഏർപ്പെടുത്തുന്ന കാര്യത്തെക്കുറിച്ച് വല്ല പരിഗണനയിലുണ്ടോ എന്നുകൂടി മറുപടി പറയണമെന്നാണ് പറയുന്നത്. വഞ്ചിയൂർ തട്ടിപ്പാണ് വളരെ പ്രമാദമായി ഓൺലൈൻ കളികൾക്ക് വേണ്ടിയിട്ട് പണം ഉപയോഗിച്ചെന്നൊരു വലിയ വാർത്ത അന്ന് വന്നതാണ്, മുമ്പുള്ളതാണ്. അതിന് കർശനമായ നടപടി സ്വീകരിച്ചു. അതിനകത്ത് ആ തുക അയാളിൽ നിന്ന് തിരിച്ചു ലഭിക്കാനുള്ള നടപടി സ്വീകരിച്ചു. റവന്യൂ റിക്കവറി നടപടിക്രമങ്ങളിലാണ് ആളെ ഡിസ്മിസ് ചെയ്തു. ഒരൊറ്റ കേസിനകത്തും ഈ ശ്രദ്ധ വന്നിട്ടുള്ള ഒരൊറ്റ ആളുകളെ സ്പെയർ ചെയ്തിട്ടില്ല. ഇപ്പോൾ തന്നെ കഴക്കൂട്ടത്ത് വന്ന ആൾ ഒളിവിൽ പോയി, അയാളെ അറസ്റ്റ് ചെയ്ത് അയാൾ റിമാൻഡിലാണ് സാർ. ഒറ്റയാളെ സ്പെയർ ചെയ്യുന്ന പ്രശ്നമില്ല. ഇതിനകത്ത് അത്തരം കാര്യങ്ങളിൽ കസ്റ്റമേഴ്സിന് നഷ്ടം വരരുത്. ഈ കാര്യം നമ്മൾ കൃത്യമായി നോക്കുന്നു. ബാങ്കുകളിലും മറ്റു കാര്യത്തിലും ഒക്കെ ഇങ്ങനെ കള്ളച്ചെക്കൊക്കെ എഴുതി ഒപ്പിട്ട് മേടിക്കുന്ന സംവിധാനങ്ങൾ പലയിടത്തും ഉണ്ടാവാം. അതുപോലെ ഇവിടെ വന്നാലും നമ്മൾ സമ്മതിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ട്രഷറിയിൽ പൊതുവിൽ അങ്ങനെ വിശ്വാസ്യത ഇല്ലാത്ത തരത്തിലേക്കുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും നേരത്തെ ഉള്ളതിൻ്റെ നടപടി ഞാൻ പറഞ്ഞു. പിന്നെ കർശനമായ നടപടികൾ എടുക്കും. ബാക്കി കാര്യങ്ങൾ കുറച്ചുകൂടി സുരക്ഷിതമാക്കാനുള്ള നടപടികൾ തുടരും. ATMൻ്റെ കാര്യം പറഞ്ഞാൽ ATMൻ്റെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ. ATMൻ്റെ കാര്യത്തിനകത്ത് സാർ, ഞങ്ങൾ ഈ റിസർവ് ബാങ്കിൻ്റെയും നമ്മുടെ അനുവാദത്തിൻ്റെയും ചില പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഈ കാര്യം ATM അതുപോലെ നമുക്ക് ഓൺലൈനായിട്ട് പണം അയക്കാൻ, ഒരു പർച്ചേസിന് മറ്റുമൊക്കെ ഓൺലൈനായിട്ട് പണം അയക്കണം എന്നുള്ള തരത്തിലേക്കുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള ചില ചർച്ചകൾ നടക്കുകയാണ്. റിസർവ് ബാങ്കിൻ്റെ ചില നോംസ് അനുസരിച്ചിട്ട് നമുക്കൊരു ബാങ്കിങ് അതേപോലെ നടത്താനുള്ള എല്ലാ അനുവാദവും ഇല്ല. എന്നാലും ഇപ്പോൾ ഓൺലൈനായിട്ട് പണം അനുവദിക്കുന്നതിനുള്ള അടയ്ക്കുന്നതിനുള്ള സംവിധാനം അടക്കം വരുന്നുണ്ട് സാർ. ശ്രീ പി നന്ദകുമാർ. സർ, ഈ ധനകാര്യ സ്ഥാപനങ്ങളിൽ നാഷണലൈസ്ഡ് ബാങ്ക്സിലടക്കം പല തട്ടിപ്പുകൾ നടക്കുന്നതിനെ സംബന്ധിച്ച് വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ട്രഷറിയെ സംബന്ധിച്ചിടത്തോളം 2011-2016 കാലഘട്ടത്തിൽ നടന്ന ട്രഷറി ക്രമക്കേടുകളിൽ ആ സർക്കാർ സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണ്? സർ, തട്ടിപ്പിന് വിധേയരായിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും നമുക്ക് തെളിവൊക്കെ എടുത്തു കഴിഞ്ഞ ശേഷം അവർക്ക് സംഖ്യ മടക്കി കൊടുക്കാത്ത കേസുകൾ ഇപ്പോഴും ഉണ്ട്, അവരുടെ ഡെപ്പോസിറ്റ്. അത്തരം കാര്യങ്ങളിൽ എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്? മിനിസ്റ്റർ. സാർ, നേരത്തെ വിവിധ കാര്യത്തിലെടുത്ത നടപടികളെ സംബന്ധിച്ച് ഞാൻ ഇവിടെ വിശദീകരിച്ചിരുന്നു. ആ കാര്യം എൻ്റെ കയ്യിലുള്ളത് ഇവിടെ വെക്കുകയും ചെയ്യാം. സാർ, ഇതിനകത്ത് പണം കിട്ടിയിട്ടുള്ള, പണം നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളുടെ പണം തിരിച്ച് കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കൊടുക്കും, അതിനകത്ത് തർക്കമില്ല. ഇനിയിപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ചില ആളുകൾക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ ഈ കാര്യത്തിനകത്ത് 18% പലിശ സഹിതമാണ് നഷ്ടപ്പെട്ട പണത്തിൻ്റെ പേരിൽ, ഇവരുടെ പേരിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത് റവന്യൂ റിക്കവറി. പക്ഷേ റവന്യൂ റിക്കവറി കാര്യങ്ങൾ ചിലത് കോടതി നടപടികളായിട്ട് നിൽക്കുന്നുണ്ട് സാർ. റവന്യൂ റിക്കവറിയിലേക്ക് പോകുമ്പം കോടതി പോയി അവർ ഈ കാര്യങ്ങൾ പോകുന്നുണ്ട്. അതുകൊണ്ട്
അത് കുറച്ചുകൂടി സജീവമാക്കി റവന്യൂ റിക്കവറി ഉൾപ്പെടെ കുറച്ചുകൂടി വേഗത്തിലാക്കാൻ കോടതി നടപടിക്രമങ്ങളാണ് നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല സാർ. കോടതി കാരണം വന്നേക്കുന്ന ചില സ്റ്റേകളൊക്കെ ഉണ്ട്, അത് പൂർത്തീകരിക്കാൻ ശ്രമിക്കും. എന്തായാലും നഷ്ടപ്പെട്ട ആളുകൾ ഇതിൻ്റെ പേരിൽ അവർക്ക് നഷ്ടം ഉണ്ടാവാത്തത് നോക്കിയിട്ടുണ്ട്. വളരെ ഒറ്റപ്പെട്ട കേസുകളെ വന്നിട്ടുള്ളൂ ഈ കഴിഞ്ഞ 10-15 വർഷത്തിനിടയിൽ. എന്നാലും ആ സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ തൊട്ട് പിന്നാലെ അതിന് നടപടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് സാർ, കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചോദ്യം നമ്പർ 333 ശ്രീ എം വിൻസെന്റ്, ബഹുമാനപ്പെട്ട നിയമം, വ്യവസായം, കയർ വകുപ്പ് മന്ത്രി. സർ, പരുത്തിയുടെ വിലക്കയറ്റം കൈത്തറി മേഖലയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. പരുത്തിയുടെ വില ഉയരുന്നതിന് ആനുപാതികമായി നൂലിൻ്റെ വില ആഭ്യന്തര വിപണിയിൽ ഉയരുമില്ല. കൈത്തറി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുമ്പോൾ ഉൽപ്പാദന ചെലവ് കൂടുന്ന സാഹചര്യമാണുള്ളത്. ഇതുമൂലം കൈത്തറി ഉൽപ്പന്നങ്ങളുടെ വില ക്രമാതീതമായി ഉയരുകയും ഉൽപ്പന്നങ്ങൾ കമ്പോളത്തിൽ വിൽക്കാൻ സാധിക്കാതെ വരികയും ചെയ്തു. ഇത് കൈത്തറി ഉൽപ്പന്നങ്ങളുടെ വിപണനം, തൊഴിലാളികളുടെ വേതനം, തൊഴിൽ ലഭ്യത എന്നിവയും സാരമായി ബാധിക്കുന്നു. പരുത്തി പ്രധാന അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്ന പൊതുമേഖലയിലും സഹകരണ മേഖലയിലും പ്രവർത്തിക്കുന്ന സ്പിന്നിംഗ് മില്ലുകളുടെ പ്രവർത്തനത്തെ പരുത്തിയുടെ വിലക്കയറ്റം സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇക്കാര്യം പരിശോധിച്ചിട്ടില്ല. എന്നാൽ മുൻകാലങ്ങളിൽ സീസൺ സമയത്ത് പരുത്തിയുടെ വിലയിൽ ഗണ്യമായി കുറവ് വന്നിരുന്നെങ്കിലും നിലവിൽ പരുത്തിക്ക് വിളവെടുപ്പ് സമയങ്ങളിൽ പോലും ഉയർന്ന വിലയാണുള്ളതെന്ന് കാണുന്നു. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ CCI ആണ് പരുത്തിയുടെ മിനിമം സപ്പോർട്ട് പ്രൈസ് നിശ്ചയിക്കുന്നത്. കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കൈത്തറി മേഖല ഉപയോഗപ്രദമായ രീതിയിൽ ഇടപെടൽ നടത്തിയാൽ പരുത്തിയുടെ വിലയിൽ അസാധാരണവും അനിയന്ത്രിതമായ വർധനവും നിയന്ത്രിക്കാനാകും. ഇക്കാര്യം യൂണിയൻ സർക്കാരിനെ ശ്രദ്ധയിൽപ്പെടുത്തും. പരുത്തിയുടെ ഉയർന്ന വില ക്രമീകരിക്കുന്നതിനായി സർക്കാർ തലത്തിൽ നടപടികൾ സ്വീകരിച്ചു വരുന്നു. പരുത്തിയുടെ വില ക്രമാതീതമായി വർദ്ധിച്ച സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പരുത്തിയുടെ വിളവെടുപ്പ് സീസണിൽ തന്നെ വാങ്ങുന്നതിന് തീരുമാനിച്ചു. പ്രസ്തുത പ്രക്രിയ സുഗമമായി നടപ്പാക്കുന്നതിന് കോട്ടൺ ബോർഡ് രൂപീകരിക്കുകയും അതിന്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. പരുത്തി വാങ്ങുന്നതിനായി ഈ സാമ്പത്തിക വർഷം 10 കോടി രൂപ വിലയിരുത്തുകയും 70 കോടി രൂപ നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്ന് ലഭ്യമാക്കുന്നതിനുള്ള ഭരണാനുമതിയും നൽകിയിട്ടുണ്ട്. ശ്രീ എം വിൻസെന്റ്. സാർ, കൈത്തറി ഉൽപ്പന്നങ്ങളുടെ വില അതിൻ്റെ മാർക്കറ്റിനെ വല്ലാതൊന്ന് ബാധിച്ചിട്ടുണ്ട് സാർ. സാർ, അത് മാർക്കറ്റ് ഉണർത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അതിന് മാർക്കറ്റ് ഇൻസെൻറ്റീവ് കൊടുക്കുന്നത്. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മാർക്കറ്റ് ഇൻസെൻറ്റീവ് അവർ പുനഃസ്ഥാപിച്ചെങ്കിലും നിർത്തലാക്കിയ സംസ്ഥാന സർക്കാരിൻ്റെ മാർക്കറ്റ് ഇൻസെൻറ്റീവ് പുനഃസ്ഥാപിച്ചിട്ടില്ല. അതുപോലെ തന്നെ നൂലിൻ്റെ സബ്സിഡി, അത് NHDCയുടെ സബ്സിഡി 10% നിന്ന് 15% വർദ്ധിപ്പിച്ചു. എന്നാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് സബ്സിഡി തീരുമാനിച്ചത് 2011 ഇതുവരെയും അത് പരിഷ്കരിക്കുകയോ അത് കൂട്ടുകയോ ചെയ്തിട്ടില്ല. 40-ാം നമ്പർ നൂലിന് 25 രൂപയാണ് കിലോയ്ക്ക് കൊടുക്കുന്ന സബ്സിഡി. അത് വർദ്ധിപ്പിക്കാനും മാർക്കറ്റ് ഇൻസെൻറ്റീവ് ഏർപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുമോ? മിനിസ്റ്റർ. കേരളമാണ് യഥാർത്ഥത്തിൽ ഒത്തിരിയേറെ പദ്ധതികൾ കൈത്തറി മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള സ്കൂൾ യൂണിഫോം കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് അതാണ് അങ്ങേക്ക് അറിയാവുന്നതുപോലെ ഒരു ചലനാത്മകത ആ രംഗത്ത് സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരുത്തിയുടെ വില വല്ലാതെ കൂടുന്നതോടുകൂടി നൂലിൻ്റെ വില മാർക്കറ്റിൽ ഇടിയുകയും ചെയ്യുന്നു, മാറ്റമുണ്ടാകുന്നില്ല. അതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. അതിലിപ്പോൾ ഗവൺമെൻറ് പലതരത്തിലുള്ള സപ്പോർട്ടുകൾ ചെയ്യുന്നുണ്ട്. ബഹുമാനായ അംഗം പറഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാവുന്നതാണ്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ സാമ്പത്തികമായിട്ട് സപ്പോർട്ട് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിലും സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. നൂല് ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പൊതു സംവിധാനമുണ്ട്. ഇപ്പോൾ കോട്ടൺ ബോർഡ് ഉൾപ്പെടെയുള്ള പുതിയ സംവിധാനങ്ങളിലൂടെ പരമാവധി സീസണിൽ ക്വാളിറ്റിയുള്ള കോട്ടൺ വില കുറഞ്ഞ് സംഭരിക്കാൻ കഴിയുമോ എന്ന ശ്രമം കൂടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, അങ്ങയുടെ മറുപടിയിൽ പറഞ്ഞതുപോലെ ഏറെ സ്വാഗതം ചെയ്ത പദ്ധതിയാണ് സ്കൂൾ യൂണിഫോം കൈത്തറിയിലേക്ക് മാറ്റുന്നത്. ഇതിനെ തുടർന്ന് നെയ്ത്ത് തൊഴിലാളികൾ അവരുടെ കൈത്തറിയെല്ലാം സ്കൂൾ യൂണിഫോം നെയ്യുന്ന തരത്തിലേക്ക് പുനഃസംഘടിപ്പിക്കുകയുണ്ടായി. നല്ല പണം മുടക്കിയാണ് പുനഃസംഘടിപ്പിച്ചത്. അതിലിപ്പോൾ മറ്റ് തുണിത്തരങ്ങൾ നെയ്യാൻ നിവൃത്തിയില്ല. പക്ഷെ കഴിഞ്ഞ ഓണത്തിന് ശേഷം 2.5-3 മാസമാണ് നൂല് ഇവർക്ക് വിതരണം ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നൂല് വിതരണം മുടങ്ങിയിരിക്കുക. 6 മാസമായി കൈത്തറി യൂണിഫോം നെയ്തവരുടെ കൂലി മുടങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ നൂല് ഇപ്പോൾ ഓണം ആവാൻ പോവുകയാണ് സാർ. ഈ 2 മാസമെങ്കിലും കൃത്യമായി നൂല് കൊടുത്തില്ലെങ്കിൽ അവരുടെ ഓണക്കാലം വളരെ ദുരിതത്തിലാവും. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായി നൂല് വിതരണം ചെയ്യാനും അവരുടെ കൂലി കുടിശ്ശിക നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുമോ? മിനിസ്റ്റർ. സർക്കാർ സൗജന്യ കൈത്തറി സ്കൂൾ യൂണിഫോം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ഇതുവരെ ഈ പദ്ധതി ആരംഭിച്ചതിന് ശേഷം നൽകിയിട്ടുള്ള പണത്തിൻ്റെ കണക്കുകളെല്ലാം തന്നെ ഉണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ ഡിസംബർ മാസം വരെയുള്ള കൂലിയാണ് നമ്മൾ വിതരണം ചെയ്തിട്ടുള്ളത്. അത് വിദ്യാഭ്യാസ വകുപ്പ് വഴി ലഭിക്കുന്ന പണം അത് കൈമാറിയിട്ടാണ് തൊഴിലാളികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ 18 കോടി രൂപ അനുവദിച്ച് നൽകാനുണ്ട്. അത് അടിയന്തരമായി തന്നെ നൽകുന്നതിന് നടപടികൾ 2 വകുപ്പും സ്വീകരിച്ചിട്ടുണ്ട്. ധനവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന മുറയ്ക്ക് അത് തൊഴിലാളികൾക്ക് നൽകുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കും. നൂലിൻ്റെ വിലയിനത്തിൽ സ്പിന്നിംഗ് മില്ലുകൾക്ക് 5.64 കോടി രൂപ കൂടി അനുവദിച്ച് നൽകാൻ. ഇതുവരെ 339.93 കോടി രൂപയാണ്
ഈ പദ്ധതി ആരംഭിച്ചതിന് ശേഷം സർക്കാർ ഈ മേഖലയ്ക്കകത്ത് വിതരണം ചെയ്തിട്ടുള്ളത്. ശ്രീ സണ്ണി ജോസഫ് ഓതറൈസ്ഡ് പ്രകാരം ഡോക്ടർ മാത്യു കോയൽനാടൻ നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീമതി ഉമാ തോമസ്. സർ, കൈത്തറി മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ വേതനം മെച്ചപ്പെടുത്തി അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട തൊഴിൽ ജീവിത സാഹചര്യങ്ങളും ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പാക്കി കൈത്തറി മേഖലയുടെ നിലനിൽപ്പ് സാധ്യമാക്കുന്നതിനും ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ പുതുതലമുറയെ ആകർഷിക്കുന്നതിനും സാധ്യമാകുന്ന രീതിയിലുള്ള നടപടികൾ എടുക്കുവാൻ സാധിക്കുമോ? സർ, അതിനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഹെൽത്ത് മേഖലയ്ക്കകത്ത് പ്രത്യേകമായിട്ടുള്ള സംവിധാനം നടപ്പിലാക്കുന്നുണ്ട്. ഇതിന് പുതിയ പദ്ധതി ഈ തവണ അംഗീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി കാഴ്ച കുറവുള്ളവർക്ക് 2000 രൂപ കണ്ണട അലവൻസ് അനുവദിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. 15 ലക്ഷം രൂപ ഇതിനുവേണ്ടി വകയിരുത്തിയിട്ടുണ്ട്. ചെറുപ്പക്കാരെ ആകർഷിക്കുന്നതിന് വേണ്ടി യുവ വീവ പദ്ധതി അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് 18-നും 40-നും ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കളാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ. 3 മാസം 200 രൂപയോടുകൂടി കൈത്തറി പരിശീലനം നൽകും. അത് കഴിഞ്ഞാൽ 3 മാസത്തേക്ക് ഇവർ തൊഴിലെടുക്കുന്ന സ്ഥലങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി 125 രൂപ അധികം വേജ് സപ്പോർട്ട് നൽകുന്നുണ്ട്. ഇത് പ്രകാരം ഇപ്പോൾ ഈ സാമ്പത്തിക വർഷം 80 പേർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. ഈ വർഷം അതിനുവേണ്ടി 22.42 ലക്ഷം രൂപ വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 75 ലക്ഷം രൂപ അതിനു വേണ്ടി വകയിരുത്തിയിട്ടുണ്ട്. ശ്രീ സി ആർ മഹേഷ്. സർ, ഈ കൈത്തറി വ്യവസായത്തെ സംബന്ധിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് തറിയൊച്ചകൾ ഉയർന്നു കേട്ടിരുന്ന നല്ലൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. സർ, ചോദ്യം, പ്രവർത്തന മൂലധനമില്ലാത്ത പ്രാഥമിക സംഘങ്ങളെ സഹായിക്കുവാൻ സർക്കാർ വല്ല പദ്ധതിയും തയ്യാറാക്കിയിട്ടുണ്ടോ? യെസ് മിനിസ്റ്റർ. സർ, കൈത്തറി മേഖലയുടെ പൊതുവായ പ്രതിസന്ധി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. നമുക്ക് സാധ്യമാകുന്ന രൂപത്തിലുള്ള സാമ്പത്തിക പിന്തുണയാണ് പല തലങ്ങളിൽ ഈ മേഖലയ്ക്ക് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സംഘങ്ങൾക്കും ആവശ്യമായി പിന്തുണ നൽകുന്നുണ്ട്. ചിലയിടങ്ങളിൽ പ്രവർത്തന മൂലധനമായും മറ്റ് ചിലയിടങ്ങളിൽ മറ്റ് നൂല് സംഭരിച്ച് നൽകുന്നതിലെല്ലാം തന്നെ സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ശ്രീ എൻ കെ അക്ബർ. പരുത്തിയുടെ അമിത വിലവർദ്ധനവ് കാരണം ടെക്സ്റ്റൈൽ മില്ലുകൾ കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. NTC മില്ലുകളുടെ നിലവിലുള്ള അവസ്ഥ വിവരിക്കാമോ? സർ, പൊതുവേ NTC മില്ലുകൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന മില്ലുകളെല്ലാം തന്നെ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഈ പ്രതിസന്ധി നമ്മുടെ മാത്രമല്ല, ഇപ്പോൾ തിരുപ്പൂർ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മേഖലയായിരുന്നു. ആ മേഖലയ്ക്കകത്തും ഈ കൈത്തറി ടെക്സ്റ്റൈൽ മില്ലുകളെല്ലാം തന്നെ അടച്ചുപൂട്ടുന്ന സാഹചര്യമാണുള്ളത്. ഇവിടെ 6 മില്ലുകളാണ് NTCക്ക് ഉണ്ടായിരുന്നത്. അതിൽ കൊല്ലം പാർവതി മില്ല് 2008 മുതൽ അടച്ചിട്ടിരിക്കുകയാണ്. ബാക്കിയുള്ള 5 മില്ലുകൾ അളഗപ്പ, കണ്ണൂർ, കേരള ലക്ഷ്മി, വിജയമോഹിനി ഇവ കോവിഡ് സമയത്ത് അടച്ചതിന് ശേഷം തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല. അത് തുറന്ന് പ്രവർത്തിക്കണം എന്ന ആവശ്യം സർക്കാർ പലതവണ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ മുൻപിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കൈമാറി തന്നാൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ള നിർദ്ദേശവും മുന്നോട്ട് വച്ചിട്ടുണ്ട്. ശ്രീ പി ഉബൈദുള്ള. നമ്മുടെ സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അഭിമാന സ്തംഭമാണ് ട്രാവൻകൂർ ടൈറ്റാനിയം. ലാഭകരമായി പ്രവർത്തിച്ചിരുന്ന TTP ഈ അടുത്ത കാലത്തായി ഭീമമായ നഷ്ടത്തിലാണ്. കഴിഞ്ഞ ദിവസം അവിടുത്തെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരൊക്കെ ബഹുമാനപ്പെട്ട മന്ത്രിയെ വന്ന് കണ്ടിരുന്നു. അപ്പോൾ നിലവിലുള്ള ഈ പ്രതിസന്ധി മറികടക്കാനും TTPയെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനും എന്തൊക്കെ നടപടികളാണ് സർക്കാർ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? ട്രാവൻകൂർ ടൈറ്റാനിയം നമ്മളിപ്പോൾ കൈത്തറി തിരിയാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. എങ്കിലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പരിശോധിക്കുന്നതാണ്. ശ്രീമതി CK ആശ. സർ, കൈത്തറിയോടൊപ്പം തന്നെ ഖാദിയുടെ ആണ് ചോദ്യം. ഖാദി തൊഴിലാളികൾക്ക് വളരെ മാസമായി അവരുടെ മിനിമം വേതനവും ഇൻസെൻറ്റീവും മുടങ്ങിക്കിടക്കുന്നൊരു സാഹചര്യമുണ്ട്. അത് അടിയന്തരമായി കൊടുക്കുന്നതിനുള്ള സാധ്യതയുണ്ടോ? ഒപ്പം തന്നെ അവർക്ക് ഇൻസെൻറ്റീവ് എന്നതിന് പകരം ശമ്പളമായിട്ട് മാസം മാസം കൊടുക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. മേഖലയ്ക്കകത്ത് ബഹുമാന്യ അംഗം ചൂണ്ടിക്കാണിച്ച കാര്യം ഗൗരവമുള്ളതാണ്. അത് തൊഴിൽ വകുപ്പിൻ്റെ കൂടെ ലേബർ ഇൻകം സപ്പോർട്ട് സ്കീമായിട്ടാണ് അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കുടിശ്ശിക അടിയന്തരമായി തന്നെ നൽകുന്നതിന് ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നതായിരിക്കും. ശ്രീ വി ശശി. സർ, സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ലുകൾ കൈത്തറിക്ക് ആവശ്യമായിട്ടുള്ള നൂൽ നിർമ്മിക്കുന്നില്ല എന്ന കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പ്രസ്തുത മില്ലുകൾ കൈത്തറിക്ക് ആവശ്യമായ നൂൽ നിർമ്മിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാമോ? യെസ് മിനിസ്റ്റർ. സർ, ഈ നേരത്തെ തന്നെ നിലവിലുള്ള മില്ലുകളുടെ ഒരു പൊതുസ്ഥിതി ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് സഭ അറിയേണ്ട ഒരു ഭാഗം, നമ്മളിപ്പോൾ എല്ലായിടത്തും ടെക്സ്റ്റൈൽ മില്ലുകളിൽ കുറേ പ്രതിസന്ധി ഉണ്ടല്ലോ. നമ്മുടെ ഏറ്റവും മോഡേണൈസ് ആയിട്ടുള്ള മില്ലാണ് കോമളപുരം സ്പിന്നിംഗ് മിൽ. അവിടെ നമ്മൾ 1 കിലോ നിർമ്മിക്കാൻ ഉൽപ്പാദന ചെലവ് 232 രൂപയാണ്. അതിൻ്റെ ശരാശരി വിപണന വില 200 രൂപയാണ്. അപ്പോൾ 1 കിലോ ഉൽപ്പാദിപ്പിച്ചാൽ അവിടെ 32 രൂപ നമുക്ക് നഷ്ടമാണ്. എന്നാൽ കോട്ടയം ടെക്സ്റ്റൈൽസിൽ 1 കിലോ നൂല് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അവിടെ 60 രൂപയാണ് നഷ്ടം.
പ്രഭുറ മില്ലിൽ 1 കിലോ നൂല് ഉൽപ്പാദിപ്പിക്കുമ്പോൾ 47 രൂപ നഷ്ടമാണ്. എടരിക്കോട് മില്ലിൽ 1 കിലോ ഉപയോഗിക്കുമ്പോൾ 62 രൂപയുടെ നഷ്ടം. എന്നുവെച്ചാൽ ഉൽപ്പാദനം കൂടുന്തോറും നഷ്ടം വല്ലാതെ കൂടുന്നൊരു പ്രത്യേക സാഹചര്യം ഈ പരുത്തിയുടെ വില കൂടുതലും നൂലിൻ്റെ വില കുറവും മൂലം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ അടിസ്ഥാനമായ പ്രതിസന്ധി. അതിനിടയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എത്രമാത്രം ചെയ്യാൻ കഴിയുമെന്നുള്ളതും പ്രത്യേകം പരിശോധിക്കണം. ശ്രീ എം വിജയൻ. നെയ്ത്തുകാരുടെയും അനുബന്ധ തൊഴിലാളികളുടെയും ആരോഗ്യ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ് സർ. അതിനായി സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. തൃക്കാക്കരംഗം ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടിയിൽ ഞാനത് വിശദീകരിച്ചിട്ടുണ്ട്. പ്രത്യേകമായിട്ടുള്ള ആരോഗ്യ പരിരക്ഷയുടെ പദ്ധതി, അതുപോലെ കാഴ്ച കുറവുള്ള ആളുകൾ കണ്ണട നൽകുന്ന പദ്ധതികളെല്ലാം തന്നെ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചോദ്യം നമ്പർ 334 ശ്രീ ടി സിദ്ദിഖ്, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി. സർ സംസ്ഥാനത്ത് AI അടക്കമുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി നികുതി പിരിവിനെ കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമാക്കാൻ വകുപ്പ് ശ്രമിച്ചു വരുന്നു. നിർമ്മിത ബുദ്ധിയുടെ സാധ്യത ഉപയോഗിച്ച് വ്യാപാര സംബന്ധമായ വിവരങ്ങൾ വിശദമായി വിശകലനം ചെയ്ത് റെഡ് ഫ്ലാഗ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്ന സാങ്കേതികവിദ്യയാണ് BIFA അഥവാ ബിസിനസ് ഇൻ്റലിജൻസ് ആൻഡ് ഫ്രോഡ് അനലിറ്റിക്സ്. ഇതുവഴിയുള്ള മെഷീൻ ലേണിംഗ് മൊഡ്യൂളുകളിലൂടെ വിൽപ്പനകൾ കുറച്ച് റിപ്പോർട്ട് ചെയ്യൽ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കൂടുതൽ കണക്കാക്കൽ പോലുള്ള സാധാരണങ്ങളായ പ്രവർത്തനങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നു. കൂടാതെ നികുതിദായകർ സമർപ്പിക്കുന്ന റിട്ടേണുകളുടെ കൃത്യതയും പൂർണ്ണതയും പരിശോധിക്കുകയും ചെയ്യുന്നു. കൂടാതെ NIC ചിട്ടപ്പെടുത്തി കോംപ്രഹെൻസീവ് അനലിറ്റിക്കൽ റിപ്പോർട്ട് RFID, വാഹൻ എന്നിവയെ സംയോജിപ്പിച്ച് ചരക്ക് നീക്കം തത്സമയം ട്രാക്ക് ചെയ്ത് റിപ്പോർട്ടുകൾ തരുന്നു. മറ്റൊരു നൂതന സാങ്കേതികവിദ്യ ഈ സംസ്ഥാനത്തിൻ്റെ അതിർത്തികളിൽ സ്ഥാപിച്ചിരിക്കുന്ന AI സഹായത്തോടെ പ്രവർത്തിക്കുന്ന ANPR സിസ്റ്റമാണ്. ഇത് സംസ്ഥാനത്തിനകത്തേക്ക് ചരക്ക് നീക്കത്തെ സമീപത്ത് വിന്യസിച്ചിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡുകളുമായി മൊബൈൽ ഫോൺ വഴി ബന്ധിപ്പിച്ചുകൊണ്ട് നിരീക്ഷണം നടത്തി വരുന്നുണ്ട് സർ. ഈ ക്യാമറകളെ കമ്മീഷണറേറ്റിൽ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം വഴി നിരീക്ഷിച്ചും അതുവഴി കടന്നു വരുന്ന വാഹനങ്ങളുടെ ചരക്ക് നീക്കം വിലയിരുത്തിയും വരുന്നു. ഇത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കി വരുന്നു. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന വാണിജ്യ വിവരങ്ങൾ ഡാറ്റ അനലറ്റിക്സിലൂടെ വിദഗ്ധ വിശകലനം ചെയ്യുന്നതിനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സർ ഉണ്ട്. നികുതി വകുപ്പിലെ ഓഡിറ്റ്, എൻഫോഴ്സ്മെൻറ്റ് എന്നീ വിഭാഗങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഓഡിറ്റ് വിഭാഗം നികുതി നായകരെ റിസ്ക് അടിസ്ഥാനത്തിൽ തരംതിരിച്ച് ഓഡിറ്റിനായി തിരഞ്ഞെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിൽ ഓഡിറ്റ് വിസിറ്റ് നടത്തി നികുതിദായകർ സൂക്ഷിച്ചിരിക്കുന്ന രേഖകളും അക്കൗണ്ടുകളും വിശദമായി പരിശോധിച്ച് അവർ ഫയൽ ചെയ്ത റിട്ടേണുകളുമായി താരതമ്യം ചെയ്ത് എവിടെയെങ്കിലും നികുതി ചോർച്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നടപടിയെടുത്തു വരുന്നു. സർ എൻഫോഴ്സ്മെൻറ്റ് eBay ബില്ല്, ഇൻവോയ്സ് തുടങ്ങിയ നിയമപ്രകാരം ചരക്ക് നീക്കങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നു. 24 മണിക്കൂറിന് പട്രോളിംഗിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം സംസ്ഥാനത്തിനകത്തേക്കും പുറത്തേക്കും നികുതി വെട്ടിച്ച് നടത്തുന്ന ചരക്ക് നീക്കങ്ങളെ തടഞ്ഞ് പിഴ ചുമത്തുകയും കണ്ടുകെട്ടേണ്ടതായ കേസുകൾ നികുതി വെട്ടിച്ച് നടത്തുന്ന ചരക്കുകളും വാഹനങ്ങളും കണ്ടുകെട്ടുകയും ചെയ്യുന്നു. സർ ഉണ്ട്. വകുപ്പിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമായി നിയമപ്രകാരം GST രജിസ്ട്രേഷൻ എടുക്കേണ്ടവരെ കൊണ്ട് രജിസ്ട്രേഷൻ എടുപ്പിക്കാനും അവർ നികുതി അടയ്ക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും GST വകുപ്പിൻ്റെ ഇൻ്റലിജൻസ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ്, ടാക്സ് പെയർ സർവീസസ് എന്നീ വിഭാഗങ്ങൾ സംസ്ഥാനത്തുടനീളം നടത്തി വരുന്ന ഫീൽഡ് സർവേയിലൂടെയും മറ്റ് സ്രോതസ്സുകളിലൂടെയുമുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വാർഷിക വിറ്റുവരവ് പരിധി കഴിഞ്ഞിട്ടും രജിസ്ട്രേഷൻ എടുക്കാതെ വ്യാപാരം നടത്തുന്നവരെ കണ്ടെത്തി രജിസ്ട്രേഷൻ എടുപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. ശ്രീ ടി സിദ്ദിഖ്. സർ, ഉപഭോക്തൃ സംസ്ഥാനമായിട്ടുള്ള കേരളത്തിൽ 10,000-കണക്കിന് ആളുകളാണ് ഈ ഓൺലൈൻ പോർട്ടലുകളായിട്ടുള്ള ഫ്ലിപ്കാർട്ട്, ആമസോൺ, മിന്ത്ര ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന വിവിധ മേഖലകളിലൂടെ കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ അവർ പർച്ചേസ് ചെയ്യുന്നു സർ. ഇവ മുഴുവൻ ഏറിയ പങ്കും ഉൽപ്പാദിപ്പിക്കുന്നത് ഇതര സംസ്ഥാനങ്ങളിലാണ്. ഇത്തരം ഇടപാടുകൾക്ക് IGST ഈടാക്കേണ്ടതുണ്ട്. ഇതിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്തിന് വലിയ രീതിയിലുള്ള വരുമാന നഷ്ടം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് അനുമാനിക്കപ്പെടുന്നു. അങ്ങനെയെങ്കിൽ അത് തടയുന്നതിനുള്ള എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിരുന്നത്? മിനിസ്റ്റർ. സർ, ഇക്കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. ഓൺലൈനായിട്ടുള്ള ധാരാളം സ്ഥാപനങ്ങൾ വഴി ഇവിടെ കച്ചവട ഉൽപ്പന്നങ്ങൾ വരുന്നുണ്ട്. കൺസ്യൂമർമാർ ധാരാളമുണ്ട് സ്ഥലം എന്ന നിലയിൽ. അതിനകത്ത് ഏറ്റവും പ്രധാനം ആമസോൺ ഉൾപ്പെടെയുള്ള കമ്പനികളാണ്. അതുമാത്രമല്ല, ഈ നമ്മുടെ ആപ്പിളും അതുപോലെ ഫ്ലിപ്കാർട്ട് പോലെയുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നത് മാത്രമല്ല, അത് ഓൺലൈൻ സർവീസസ് ധാരാളമുണ്ട്. നമ്മൾ സിനിമ കാണുന്നതിന് OTP ഡൗൺലോഡ് ചെയ്യുകയാണ്. അതിനകത്ത് ഓരോ ബില്ലിലും നോക്കിയാൽ നമുക്ക് വരുന്ന ഇൻവോയ്സിനകത്ത് ആ ഇൻവോയ്സിനകത്ത് നമ്മുടെ GST കാണിക്കുന്നുണ്ട്. ഇത് കൃത്യമായി കിട്ടുന്നില്ല എന്ന പ്രശ്നം കേരളം ഉന്നയിച്ചിരുന്നു. നിരന്തരമായി പ്രശ്നങ്ങൾ പലതും IGSTയുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങളിൽ
നമുക്ക് നഷ്ടം വരുന്നുണ്ട്, പഠനം വേണമെന്ന് പറഞ്ഞിരുന്നു. ആ ചോദ്യത്തിന് എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം അങ്ങനെ ഒരു ചോദ്യം വന്നതുകൊണ്ട് നമുക്ക് അഭിമാനകരമായ ഒരു കാര്യം പറയാം. ഈ കഴിഞ്ഞ GST കൗൺസിൽ യോഗം ചേർന്നപ്പോൾ കേരളം കൊടുത്ത ചില കണക്കുകളുടെ അടിസ്ഥാനത്തിൽ, നമ്മുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓൺലൈനായിട്ടുള്ള ഇത്തരം ബിസിനസ്സുകൾ ഇതുവരെ അവർക്ക് ഇ-വേ ബില്ലിൻ്റെ സംവിധാനം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇ-വേ ബില്ലുകൾ രേഖപ്പെടുത്തണമെന്നൊരു സംവിധാനം വന്നു. 500 കേസുകൾ നമ്മൾ എടുത്തു. ആമസോണിൽ നിന്നും മറ്റ് സാധനങ്ങളിൽ നിന്നൊക്കെ എടുത്ത വാങ്ങിയ സാധനങ്ങളുടെ ബില്ല് വെച്ചിട്ട് പരിശോധിച്ചപ്പോൾ അതിവിടെ ആ ടാക്സ് വന്നിട്ടില്ല. അങ്ങനെ പരിശോധിച്ച് ദീർഘമായൊരു പ്രക്രിയയിൽ കൂടി ഇത് ബോധ്യപ്പെടുത്തി. ഇപ്പോൾ ഏതായാലും സെൻട്രൽ കൗൺസിൽ ഇത് അംഗീകരിച്ചിട്ടുണ്ട്. ഇനി ഓൺലൈനായിട്ട് വരുന്ന സാധനങ്ങളുടെ കാര്യത്തിൽ ഏത് സാധനം എടുത്താലും നമുക്കത് കിട്ടാനുള്ള സംവിധാനം ഉണ്ടായിട്ടുണ്ട് സാർ. ഇത് മാത്രമല്ല, ഈ IGST സംബന്ധിച്ച് നമ്മൾ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമുണ്ട് നേരത്തെ മുതൽ. ആ IGST സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിന് കൃത്യമായിട്ട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്താൻ കൂടുതൽ നടപടിയെടുക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ GST കൗൺസിലിന് ശേഷം 10 ദിവസത്തിനകം അല്ലെങ്കിൽ 2 ആഴ്ചക്കകം എല്ലാ സംസ്ഥാനങ്ങളിലെയും ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് IGST സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒന്നുകൂടി കൃത്യത വരുത്താനുള്ള ഇടപെടൽ വന്നിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഉന്നയിച്ച ചോദ്യത്തിനകത്ത് ഈ ഫ്ലിപ്കാർട്ട്, ആമസോൺ, മറ്റ് ഓൺലൈൻ സർവീസസ് അതിൻ്റെ എല്ലാം ടാക്സ് ഇനി മുതൽ ആ ഓൺലൈൻ വരുന്ന കാര്യങ്ങൾക്ക് ഇ-വേ ബില്ല് വരണമെന്നുള്ള കാര്യം വന്നിട്ടുണ്ട്. അത് കേരളത്തിന് ഗുണപ്രദമാകുമെന്നാണ് വിശ്വസിക്കുന്നത് സാർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ, 40 ലക്ഷം രൂപയിൽ കൂടുതൽ വിറ്റുവരവുള്ളതായിരിക്കുന്ന സ്ഥാപനങ്ങളാണ് GSTയുടെ പരിധിയിൽ വരുന്നത്. സംസ്ഥാനത്ത് ഇത്തരം വിറ്റുവരവുള്ള പല സ്ഥാപനങ്ങളും GST നെറ്റ്വർക്കിൻ്റെ പുറത്താണ് എന്നത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? IGST വീതം കൃത്യമായി നമുക്ക് ലഭ്യമാകണമെങ്കിൽ ഇത് പരിധിയിൽ വരേണ്ടതുണ്ട്. അതിനുവേണ്ടി സ്വീകരിച്ചതായ നടപടികൾ എന്തൊക്കെ? യെസ് മിനിസ്റ്റർ. സാർ, അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയായൊരു കാര്യമാണ്. ഈ 40 ലക്ഷം രൂപ വരെ ഉള്ള ഇതാണ്. ഇപ്പോൾ വാറ്റ് കാലത്ത് 10 ലക്ഷമായിരുന്നു. എന്നാൽ GST വന്നപ്പോൾ ഈ പരിധി 40 ലക്ഷമായി. സേവനത്തിൻ്റെ കാര്യത്തിൽ അത് സർവീസ് ടാക്സ് വരുന്നതിനകത്ത് 20 ലക്ഷമാണ്. ഇത്തരം പല കാര്യങ്ങളിലും വേണ്ടത്ര രജിസ്ട്രേഷൻ വരുന്നില്ല. അതുകൊണ്ട് GST വകുപ്പ് ഈ 40 ലക്ഷത്തിൻ്റെയും 20 ലക്ഷത്തിൻ്റെയും കാര്യങ്ങൾ നോക്കി തന്നെ രജിസ്ട്രേഷൻ എടുക്കുന്നതിന് ആൾക്കാരെ കണ്ടാലുള്ള സർവേ നടത്തുന്നുണ്ട് സാർ. ഇതിൻ്റെ ഭാഗമായി ഇൻ്റലിജൻസ് എൻഫോഴ്സ്മെൻറ്റ് വിഭാഗങ്ങൾ സ്ട്രീറ്റ് സർവേ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത് റെസ്റ്റോറൻറ്റൊക്കെ നമ്മൾ പല റെസ്റ്റോറൻറ്റും കാണുമ്പോൾ വലിയ കച്ചവടം ഉണ്ടെന്നൊന്നും തോന്നില്ല സാർ. പക്ഷേ അവിടെ പോയി നോക്കി കൃത്യമായൊരു പഠനം നടത്തുമ്പം ഈ റെസ്റ്റോറൻറ്റുകൾ, കാറ്ററിങ്ങിൻ്റെ സ്ഥാപനങ്ങൾ, ബ്യൂട്ടി പാർലർ, കോച്ചിങ് സെൻറ്റർ, ട്യൂഷൻ സെൻറ്റർ തുടങ്ങി B2C മേഖലയിൽ പ്രവർത്തിക്കുന്ന ധാരാളം സ്ഥാപനങ്ങളെ കണ്ടെത്തി രജിസ്ട്രേഷൻ നടപ്പിലാക്കാനുള്ള നടപടി സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട് സാർ. ശ്രീ എൽദോസ് കുന്നപ്പള്ളി, നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ TJ വിനോദ്. സംസ്ഥാനത്ത് GST വകുപ്പിൽ ഏകദേശം 52% ഉദ്യോഗസ്ഥരെ റീസ്ട്രക്ചറിംഗ് നടത്തി 1.5 വർഷം മുമ്പ് പുതിയൊരു ഓഡിറ്റ് വിങ് രൂപീകരിക്കുകയുണ്ടായി. ഇവർക്ക് നിലവിൽ നൽകപ്പെട്ടിരിക്കുന്ന ടാർഗറ്റ് ആകെ പ്രവൃത്തി ഭാരത്തിൻ്റെ 5% മാത്രമാണെന്നതും ബാക്കി 95% ജോലിയും അവശേഷിക്കുന്ന 48% ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ടി വരുന്നത് എന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇതുമൂലം സംസ്ഥാനത്തിൻ്റെ അതിർത്തിയിൽ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗത്തിൻ്റെ നേരത്തെ 18-20 സ്ക്വാഡുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് 1-2 സ്ക്വാഡുകളായി ചുരുങ്ങുകയും അവർക്ക് കാര്യമായി ഒന്നും കഴിയാതെ വരികയും ചെയ്യുന്നു. ഇതുമൂലം തമിഴ്നാട് സർക്കാർ അതിർത്തിയിൽ പരിശോധന കൂടുതൽ ശക്തമാക്കുകയും തന്മൂലം കേരളത്തിലെ വ്യാപാരികൾക്ക് തമിഴ്നാട് GST വകുപ്പിൽ നിന്നും നോട്ടീസ് അധികമായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മിനിസ്റ്റർ. സാർ, ഓഡിറ്റ് വിഭാഗത്തിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട് സാർ. നമ്മളിപ്പോൾ 3 ഭാഗമായിട്ട് തിരിച്ചിട്ട് ടാക്സ് പെയർ സർവീസ്, എൻഫോഴ്സ്മെൻറ്റ്, ഓഡിറ്റ് എന്ന 3 വിഭാഗങ്ങളായിട്ട് തിരിച്ചാണ് സാർ. ഓഡിറ്റ് വിഭാഗം ആ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതിനൊരു ചെക്ക് ലിസ്റ്റും മാനുവലും ഉണ്ട് സാർ. നേരത്തെ വ്യക്തിനിഷ്ഠമായിട്ട് പലപ്പോഴും പോയി ആർബിട്രറി ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നു, പണം അടയ്ക്കുന്നില്ല, ലിറ്റിഗേഷൻ പോകുന്നു, പണം വരുന്നില്ല എന്നുള്ള പ്രശ്നം മാറ്റി ഓഡിറ്റ് വ്യക്തിനിഷ്ഠമല്ലാതെ ഓഡിറ്റ് മോണിറ്ററിംഗ് കമ്മിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്ത് ഒരു മീറ്റിംഗ് നടത്തി വരുന്ന പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുന്നു സാർ. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സുതാര്യമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് സാർ. ഈ പ്രവർത്തനം തുടങ്ങി ആദ്യത്തെ ഏതാനും ദിവസങ്ങൾക്കകം 53 കോടിയുടെ നികുതി ഓഡിറ്റ് വിഭാഗം കണക്കാക്കിയതിൽ സാർ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് സാർ. 53 കോടിയുടെ ഓഡിറ്റ് തുക വിഭാഗം കണക്കാക്കിയതിൽ ഏകദേശം 16 കോടി നോട്ടീസിന് മുമ്പ് തന്നെ നികുതിദായർ ഒടുക്കിയിട്ടുണ്ട്. കാരണം അവർക്ക് വിശ്വസനീയമായ കാര്യങ്ങളും രേഖകളും കാണിച്ചിട്ടാണ് സാർ ഈ വിഭാഗം കണക്കെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൈസ അടയ്ക്കുന്നുണ്ട്. ഇത് സാധാരണഗതി ലിറ്റിഗേഷനിൽ പോകുന്ന ഒരു സ്വഭാവം പൊതുവെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമാണ്. ആ പണം അടച്ചിട്ടുണ്ട് സാർ. സാർ, ഇത് കൂടുതൽ കൃത്യമായി മുന്നോട്ട് പോകുന്നതോറും കുറച്ചുകൂടി ഓഡിറ്റിൻ്റെ കാര്യത്തിൽ കൃത്യമായ കാര്യങ്ങൾ നടത്താൻ പറ്റുമെന്നാണ് സാർ ഇത് വിശ്വസിക്കുന്നത് സാർ. അതുപോലെ അദ്ദേഹം ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ചോദിച്ചത് ഇൻ്റലിജൻസ് വിഭാഗം വേണ്ടത്ര കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ള സംശയമാണ് സാർ. ഇൻ്റലിജൻസ് വിഭാഗം ഓരോ വർഷവും എടുത്തിട്ടുള്ള കണക്കുകൾ ഞാൻ സാർ 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇൻ്റലിജൻസ് വിഭാഗം വിവിധ മേഖലകളിലായി നടത്തിയ
960 പരിശോധനകളിൽ നിന്നും 1775.28 കോടി രൂപ GST വെട്ടിപ്പ് കണ്ടെത്തി. അതിനകത്ത് ആ വർഷത്തിൽ 1709 കോടി രൂപ പിരിച്ചെടുത്തിട്ടുണ്ട് സാർ. സാർ, വാഹനങ്ങളുടെ പരിശോധനയുടെ കാര്യത്തിലായാലും 24-25 തന്നെ 1,78,493 വാഹനങ്ങൾ ഇപ്പോൾ പരിശോധിച്ചിട്ടുണ്ട്. 2023-24 വർഷത്തിൽ 9,18,269 വാഹനങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. 22-23 10,09,92,108 വാഹനങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് സാർ. അപ്പോൾ പരിശോധനകൾ നടക്കുന്നുണ്ട്, ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് കൂടുതൽ നടത്തേണ്ടതുകൊണ്ട് ആ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം സാർ. പരിശോധന നടക്കുന്നുണ്ട് സാർ. വരുമാനം വരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് സാർ. ശ്രീ ചാണ്ടി ഉമ്മൻ, നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ കെ വിജയൻ. ുമായി ബന്ധപ്പെട്ട കാര്യം മന്ത്രിയുടെ പറയുകയുണ്ടായി. അതോടൊപ്പം വിൽപ്പന നികുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് SSCയിലുള്ള തർക്കങ്ങൾ ഉയർന്നു വന്ന് ഒട്ടേറെ ആളുകൾ പണം അടയ്ക്കാതെ കേസുകളായെല്ലാം നിൽക്കുന്നുണ്ട്. അതിനൊരു അദാലത്ത് വെച്ച് മൊത്തം കേരളത്തിലെ ഇത്തരം പ്രശ്നം പരിഹരിക്കാൻ ആലോചിക്കുമോ? യെസ് മിനിസ്റ്റർ. സാർ, GST നിയമത്തിനകത്ത് അങ്ങനെ അദാലത്ത് വെച്ച് ചെയ്യുന്നതിനുള്ള പരിമിതികളുണ്ട്. എങ്കിൽ പോലും ഈ കഴിഞ്ഞ GST കൗൺസിൽ തന്നെ കുറേയേറെ GST നടപ്പിലായതിനു ശേഷം നടപടിക്രമങ്ങളിൽ പുതിയതായതുകൊണ്ട് തന്നെ കച്ചവടക്കാർക്ക് ചില പരിചയക്കുറവുണ്ട്. അവർ റിട്ടേൺ സമർപ്പിക്കുന്നതിനകത്ത് ചില പോരായ്മകൾ വന്നിട്ടുണ്ട്. അവർ നികുതി അടച്ചു, പക്ഷേ റിട്ടേണിനകത്ത് ചിലത് ഉൾക്കൊള്ളിച്ചില്ല. ഇത്തരം കേസുകൾ ഒഴിവാക്കി കൊടുക്കാൻ ഈ വർഷം വരെയുള്ള കേസുകളിൽ അവർ ആ ഫൈനില്ലാതെ തന്നെ പൈസ അടക്കാൻ GST കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അദാലത്തിൻ്റെ ഒരു എഫക്റ്റ് തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. സാർ, മറ്റൊന്ന്, GST അല്ലാതെ സംസ്ഥാനത്തെ മറ്റ് ടാക്സുകളുടെ കാര്യത്തിൽ നമ്മൾ കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് തന്നെ കുറേയേറെ കേസുകൾ, ചെറിയ തുകയായിട്ടുള്ള കേസുകൾ ഒഴിവാക്കി കൊടുക്കാൻ പൊതുവിൽ അപ്രീഷിയേറ്റ് ചെയ്തൊരു കാര്യമാണ് സാർ. ചെറിയ 50,000 രൂപ വരെയുള്ളതിനകത്തൊക്കെ ധാരാളം കേസുകളായിട്ട് ആൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനൊരു സമീപനം എടുത്തിട്ടുണ്ട്. എന്തായാലും GST കൗൺസിൽ ഇപ്പോൾ എടുത്ത തീരുമാനത്തിൽ ഈ ആദ്യത്തെ 2-3 വർഷക്കാലം ഇഗ്നറൻസ് ആണ്, പലതും ഈ സിസ്റ്റം പരിചയമില്ലാത്തതുകൊണ്ടുണ്ടായ കാര്യത്തിനകത്ത് സംസ്ഥാനത്തിനും രാജ്യത്തിനും നഷ്ടം വരാത്ത തരത്തിലേക്ക് ഈ കേസുകൾ തീർക്കാൻ വേണ്ടിയിട്ടുള്ള സമീപനം എടുത്തിട്ടുണ്ട്. അത് അദാലത്ത് പൊതുവിൽ ഓരോന്ന് വിളിച്ച അദാലത്ത് എന്നതിനേക്കാളും ഒരു സിസ്റ്റത്തിൽ തന്നെ ആ കാര്യം വന്നിട്ടുണ്ട് സാർ. ശ്രീ രമേശ് ചെന്നിത്തല. സർ, എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം ചരക്ക് നീക്കങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും വേ ബില്ല്, ഇൻവോയ്സ് തുടങ്ങിയവ നിയമപരമായി പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യുന്ന ജോലിയാണ് അവർ ചെയ്യുന്നത്. അങ്ങിവിടെ ചില കണക്കുകൾ സൂചിപ്പിച്ചു. സർ, മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ആവശ്യകതയുണ്ട് എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ട്, അത് ശരിയാണെങ്കിൽ അത് കണക്കിലെടുത്തുകൊണ്ട് ഇൻ്റലിജൻസ് എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം ശക്തിപ്പെടുത്താനും നികുതി വെട്ടിപ്പ് തടയാനുമുള്ള സത്വര നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കും. തീർച്ചയായിട്ടും സാർ, എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം കൂടുതൽ ശക്തിപ്പെടുത്തുകയും ഈ നികുതി വെട്ടിപ്പ് തടയുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെല്ലാം പൊതു താല്പര്യമാണ്. അത്തരം നിർദ്ദേശങ്ങൾക്ക് അകത്തുള്ള കാര്യങ്ങൾ പരിശോധിച്ച് നമുക്ക് കൂടുതൽ ശക്തിപ്പെടുത്താം സാർ. പക്ഷേ അതേസമയം ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങളെപ്പറ്റിയും നമ്മൾ തീരെ തള്ളിക്കളയാൻ പാടില്ല സാർ. സാർ, എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേയേറെ പ്രവർത്തനം നടത്തിയത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ സാർ. സാർ, 1200 കോടി രൂപയുടെ ആക്രി കള്ളബില്ല് വ്യാപാരത്തിനെതിരെ 200 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയ ഓപ്പറേഷൻ പാം ട്രീ ഈ കഴിഞ്ഞ 2 മാസത്തിനകമാണ് സാർ നടന്നത്. ഈ കേസിൽ 2 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അതിന് കുറേയേറെ കേസ് നടപടിക്രമം നടക്കുകയാണ് സാർ. അത് ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാർ എല്ലാ സ്ഥലത്തും വന്നിട്ട് ഒരുമിച്ചൊരു ടീമായ വർക്ക് ചെയ്താലേ നടക്കുള്ളൂ സാർ. ആ ദിവസം എറണാകുളത്തൊരു ഹോട്ടലിൽ ഇവർക്കൊരു ട്രെയിനിങ് ക്യാമ്പ് ഉണ്ടായിരുന്നു. അന്നൊരു വലിയ വാർത്ത ടെലിവിഷനിലൊക്കെ വന്നു, ഇത് വലിയ ഹോട്ടലിൽ ഇങ്ങനെ ആർഭാടമാണ്. പക്ഷേ ഏതായാലും അത്രയും പേരെ ഒരുമിച്ച് വന്ന ആ ട്രെയിനിങ് വന്നിട്ട് വളരെ നേരത്തെ തന്നെ നോട്ടീസ് കൊടുക്കാതെ പെട്ടെന്ന് തന്നെ ആ കാര്യം നടത്തിയതുകൊണ്ടാണ് അത്രയും സ്ഥലത്ത് എത്താൻ പറ്റിയത്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ആലോചിച്ചൊരു മിന്നൽ പരിശോധന ഉണ്ടെന്ന് മുൻപേ പറഞ്ഞിട്ട് എവിടെയും പോയിട്ട് കാര്യമില്ല സാർ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത്രയും സ്ഥലത്ത് നമ്മൾ ആ പരിശോധന നടത്തി 200ഓളം സ്ഥലങ്ങളാണ് സാർ. പിന്നെ കഴിഞ്ഞ ദിവസം 42 ഹോട്ടലുകളിലാണ് ഒന്നിച്ച് പരിശോധന നടത്തി സാർ. 42 ഹോട്ടലുകളിൽ, അത് ധാരാളം ഹോട്ടലുകളുണ്ട്, കുറച്ച് സെലക്ട് ചെയ്ത് പോയി. വലിയ തോതിൽ പണം അടയ്ക്കുന്നില്ല സാർ പലയിടത്തും അവരുടെ സെയിൽസ്. 170 കോടി രൂപയുടെ ടേൺ ഓവർ സപ്രഷനാണ് സാർ കണ്ടെത്തിയത്. ഇതിൽ 7 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് അവർ കണ്ടെത്തിയിട്ടുണ്ട് സാർ. എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥരാണ് ചെയ്തത് സാർ. വാഹന പരിശോധനയും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഓണം പ്രമാണിച്ചിട്ടുള്ള കോമ്പിംഗ് ഓപ്പറേഷൻ നടക്കുന്നുണ്ട് സാർ. വ്യാജ രജിസ്ട്രേഷൻ എടുക്കുന്നവരെ നോക്കാനുള്ള കാര്യങ്ങൾ നടത്തുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു 1700 ചില്ലാനും കോടി രൂപ എൻഫോഴ്സ്മെൻറ്റിൻ്റെ പരിശോധന വഴി, അത് നികുതി വെട്ടിപ്പ് മാത്രമല്ല റിവേഴ്സൽ എന്ന് പറയുന്ന ഒരു നടപടിക്രമമുണ്ട് സാർ. അതുൾപ്പെടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് അത് ചെയ്തു, ഏറ്റവും കൂടുതൽ ചെയ്തത് നമ്മളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എങ്കിലും ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതനുസരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ശ്രദ്ധപ്പെടുത്തി എൻഫോഴ്സ്മെൻറ്റിൻ്റെ കാര്യത്തിൽ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യേണ്ടതുകൊണ്ട് ആ കാര്യം ചെയ്യാം, പ്രത്യേകിച്ച് ഓണം ഉൾപ്പെടെയുള്ള കാര്യം വരുമ്പോൾ. സാർ, ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കും സാർ. ഈ GSTയുടെ ഹണിമൂൺ പീരീഡ് കഴിഞ്ഞു സാർ. വ്യാപാരികൾ ഇതിനകത്ത് ഞങ്ങൾക്കറിയില്ല ഇങ്ങനെ ചെയ്യണ്ട എന്നൊക്കെ പറയുന്ന ഹണിമൂൺ പറ്റില്ല. കൃത്യമായി
അവർക്ക് ഈ സിസ്റ്റം മനസ്സിലായി കഴിഞ്ഞു. ഗവൺമെൻറ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ടാക്സ് അടയ്ക്കാത്തവർക്ക്, ടാക്സ് വെട്ടിപ്പിക്കുന്നവർക്ക് യാതൊരു ഇളവും കൊടുക്കാൻ പറ്റില്ല സാർ. അതിനകത്ത് നമുക്ക് ഒരുമിച്ച് തന്നെ ശക്തമായിട്ട് എടുക്കാം. എൻഫോഴ്സ്മെൻ്റ് അടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ ശക്തി കൊടുക്കാം സാർ. ശ്രീ പ്രേംകുമാർ. സർ, തനത് നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധേയമായ നടപടികളാണ് കേരളത്തിൽ ധനകാര്യ വകുപ്പ് പൊതുവിൽ സ്വീകരിക്കുന്നത്. എങ്കിലും ധാരാളം പേരിൽ നിന്ന് സർക്കാരിലേക്ക് ലഭിക്കേണ്ട നികുതി അത് ലഭ്യമാക്കുന്നതിന് നികുതി കുടിശ്ശിക കുറച്ചു കൊണ്ടുവരുന്നതിന് സർക്കാർ വേണ്ടത്ര ഇടപെടുന്നുണ്ടോ? എന്തെല്ലാം നടപടികളാണ് ആ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്? ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, നികുതി കുടിശ്ശിക കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കാര്യമായിട്ട് നടക്കുന്നുണ്ട് സാർ. കുറേയേറെ, ഞാനിപ്പോൾ കണക്കുകൾ ഇപ്പോൾ എല്ലാം പറയുന്നില്ല, കുറേയേറെ കേസുകളിൽ കിടക്കുന്നതിൻ്റെ തടസ്സമുണ്ട് സാർ. എങ്കിൽ പോലും നികുതി അടയ്ക്കാത്തതിന് ഈ GSTയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പൊതുനികുതിയായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം സാർ. ബാറുകൾ നികുതി അടയ്ക്കാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കുറേ നികുതി നമ്മളിവിടെ നേരത്തെ പറഞ്ഞതാണ്. 25 ബാറുകളുടെ ലൈസൻസാണ് സാർ ക്യാൻസലേഷൻ നോട്ടീസ് കൊടുത്തത്. അതിനകത്ത് കുറേയേറെ അവർക്ക് സാധനം ഉൽപ്പന്നങ്ങൾ കിട്ടാതെ തന്നെ ആ ക്യാൻസൽ ചെയ്തിട്ട് അവരുടെ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത തരത്തിലേക്ക് ശക്തമായ നടപടി എടുക്കേണ്ടി വന്നു സാർ. കാരണം വളരെ വലിയ ഡിഫക്റ്റ് ആ കാര്യത്തിൽ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട്. ഏതായാലും അതിൻ്റെ ഭാഗമായിട്ട് 13.6 കോടി രൂപ നമ്മുടെ ഈ സഭ നടക്കുന്ന തൊട്ട് മുമ്പത്തെ സമയത്ത് തന്നെയാണ് ആ 6 കോടി രൂപ പിരിഞ്ഞു കിട്ടിയിട്ടുണ്ട് സാർ. സാർ, മറ്റ് ഈ ടാക്സ് ഇതുപോലെ തന്നെ അടയ്ക്കാത്തവർ കഴിഞ്ഞ ഒരു മാസത്തിനകം 1-2 മാസത്തിനകം 91 ലക്ഷം രൂപ ഇതുപോലെ ലൈസൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വന്നിട്ടുണ്ട് സാർ. സാർ, ഈ ടേൺ ഓവർ സപ്രഷനും മറ്റു കാര്യങ്ങളും ഒക്കെ പരിശോധിക്കുന്ന നടപടി സ്വീകരിക്കുന്നുണ്ട്. കുറച്ചുകൂടി അത് കർശനമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് സാർ സർക്കാർ ആലോചിക്കുന്നത് സാർ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. സർ, നമ്മുടെ ബിസിനസ്സിൻ്റെ സ്വഭാവം മാറുകയാണ്, സർവീസിൻ്റെ സ്വഭാവം മാറുകയാണ്, നമ്മുടെ ക്യാപിറ്റലിൻ്റെ സ്വഭാവം, മൂലധനത്തിൻ്റെ സ്വഭാവം മാറുകയാണ്. കേരളം പോലുള്ള ഒരു സംസ്ഥാനം കൺസ്യൂമർ സ്റ്റേറ്റാണ്. അസാമാന്യമായ പരിധികളില്ലാത്ത കൺസ്യൂമേഴ്സ് ഉള്ള സ്റ്റേറ്റാണ് സാർ. ഈ ബിസിനസ്സും സർവീസും ഒക്കെ ഇപ്പോൾ മാറി റീറ്റെയിൽ ബിസിനസ്സും അതുപോലെ ഹോൾസെയിൽ ബിസിനസ്സും ഒക്കെ പതിയെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ക്ലൗഡ് ക്യാപിറ്റലിലേക്ക് മാറി നേരത്തെ ഇവിടെ സംസാരിച്ചതുപോലെ ക്ലൗഡ് ബിസിനസ്സിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഇവിടെ ആമസോണിനെ കുറിച്ചും നെറ്റ്ഫ്ലിക്സിനെ കുറിച്ചും ഇവിടെ സൂചിപ്പിച്ചു സാർ. നിരവധിയായ ഡിസ്നി പ്ലസ് പോലെ, എയർബം പോലെ, യൂബർ പോലെയുള്ള ഒരുപാട് സർവീസ് പ്രൊവൈഡേഴ്സ് നിൽക്കുകയാണ് സാർ. ഭീമമായ ബിസിനസ്സാണ് ഇതിലൂടെ നടക്കുന്നത്. നമ്മൾ നമ്മുടെ വീടുകളിലും ചുറ്റുപാടുകളിലും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഹ്യൂജ് ബിസിനസ്സാണ്. ആ ബിസിനസ് നടക്കുമ്പോൾ വലിയ തോതിലുള്ള നികുതി ചോർച്ച സംസ്ഥാനത്തിന് ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഇപ്പോഴുള്ള നിയമങ്ങളൊന്നും ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല, കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നില്ല സാർ. എനിക്ക് ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിനോട് ചോദിക്കാനുള്ളത്, വളരെ ഗൗരവത്തോടു കൂടി ഈ ക്ലൗഡ് ബിസിനസ്സിനെ കുറിച്ചും ക്ലൗഡ് സർവീസിനെ കുറിച്ചും നികുതി ചോർച്ചയുണ്ടാകുന്ന ഈ ഭീമമായ കോടികളുടെ നികുതി ചോർച്ചയുണ്ടാകുന്ന ഈ മേഖലയെക്കുറിച്ചും പ്രത്യേകമായൊരു പഠനം നടത്തി ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം നടത്താൻ സർക്കാർ തയ്യാറാവുമോ? മിനിസ്റ്റർ. സാർ, ഈ മേഖലയുടെ ഒരു കാര്യത്തെ പറ്റി തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. നമ്മുടെ ഈ പറഞ്ഞ നമ്മളൊരിക്കലും കാണാത്ത, നമ്മുടെ മുന്നിലേക്ക് വരാത്ത തരത്തിലുള്ള വ്യാപാരങ്ങളാണ് വരുന്നത്. ആമസോൺ വഴിയോ ഫ്ലിപ്കാർട്ട് വഴിയോ അല്ലെങ്കിൽ മറ്റ് സ്വിഗ്ഗിയോ സൊമാറ്റോ വഴിയാണെങ്കിൽ ഭക്ഷണവും വസ്ത്രവും മറ്റ് സാധനങ്ങളും വീട്ടിൽ വരും സാർ. ഓൺലൈനായിട്ട് ഇപ്പോൾ ഒരു പുതിയ സിനിമ ഡൗൺലോഡ് ചെയ്താൽ എന്ത് സർവീസാണ് നമ്മുടെ മുന്നിൽ ഒന്നും വരില്ല. അപ്പോൾ ഇതാണ് പ്രശ്നം. ഇത് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഈ കാര്യം നിരന്തരമായി നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വിത്ത് ഡാറ്റ ആൻഡ് ഡീറ്റെയിൽസ് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു 1-2 മാസത്തെ റിസർച്ചും കൂടി നടത്തിയിട്ട് അനലിറ്റിക്സ് വിങ്ങിൻ്റെ നോക്കി. നമ്മുടെ പരിമിതിക്കകത്തൊന്നും ഉണ്ടാവും, വളരെ ഏറ്റവും ശാസ്ത്രീയമായ എല്ലാ വിങ്ങും ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക്. എങ്കിൽ പോലും ഈ ബില്ലുകളെടുത്ത് ബില്ല് പരിശോധിച്ച് സാധനം വാങ്ങി, ഈ സാധനം വാങ്ങിയിട്ട് ആ ബില്ല് വന്നിട്ടില്ലല്ലോ എന്ന് നോക്കിയിട്ട് കൊടുത്തിട്ടാണ് ഇപ്പോൾ ഏതായാലും ഇ വേ ബില്ല് വേണമെന്ന് തീരുമാനിച്ചത്. എന്തായാലും ഇത് സംബന്ധിച്ച് നമ്മുടെ പൊതു താല്പര്യമാണ്. നമുക്ക് ഓൺലൈനിൽ കൂടി പ്രത്യേകിച്ചും കാണാൻ പറ്റാത്ത ഇത്തരം സാധാരണ സർവീസുകൾ വരുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് കൂടുതൽ കൃത്യമായിട്ട് പഠിക്കാനും നടപടികൾ സ്വീകരിക്കാനുമുള്ള ശ്രമം കൂടുതൽ ശക്തമാക്കും സംസ്ഥാന ഗവൺമെൻറ് എന്നുള്ളത് ആണ് ഈ സഭയുടെ മുന്നിൽ പറയാനുള്ളത്. യെസ്. ചോദ്യം നമ്പർ 335 ശ്രീ കെ എൻ ഉണ്ണികൃഷ്ണൻ, ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി. ടേബിൾ ചെയ്താണ് സാർ, ചോദിക്കായിരുന്നു സാർ. 335 ഞാൻ ഉത്തരവങ്ങൾ ടേബിൾ ചെയ്യണം സാർ. ശ്രീ കെ എൻ ഉണ്ണികൃഷ്ണൻ. സാർ, 2017 GST നിലവിൽ വരുന്നത്. അന്ന് 12% GST. 2022 അത് 18% ഉയർത്തി. 2017 മുമ്പ് ഏറ്റെടുത്തിട്ടുള്ള പ്രവൃത്തികളിൽ കരാറുകാർ
GST നൽകുവാൻ നിർബന്ധിതമാകുന്നുണ്ട് 2017 ശേഷം. ഈ എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ GST അന്ന് ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇപ്പോൾ GST മൂലം അധിക ബാധ്യത കരാറുകാരന് വരുന്നു. അത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് അവർക്ക് തിരിച്ചു കിട്ടാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമോ? മിനിസ്റ്റർ. സർ, ഇത് സംബന്ധിച്ച് ഈ 12% നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹം പറഞ്ഞ കോൺട്രാക്ടർ പ്രവർത്തനങ്ങൾ, അതിനകത്ത് 12% ഉള്ളത് 18% ആക്കി. അത് സംബന്ധിച്ച് കോൺട്രാക്ടർമാർക്ക് ആ നഷ്ടം വരേണ്ട കാര്യമില്ല. കാരണം അവർ കൊടുക്കേണ്ട ടാക്സ് അന്നുണ്ടായിരുന്ന ടാക്സ് അല്ലേ അവർക്ക് ബാധ്യതയുള്ളൂ. ഇത് സംബന്ധിച്ച് ധനകാര്യ വകുപ്പ്, PWD മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളായി ചേർന്നിട്ട് ഒരു സർക്കുലർ തന്നെ നേരത്തെ ഇറക്കിയിട്ടുണ്ട്. ഈ അധികം വരുന്ന നികുതി ഗവൺമെൻറ് അഡീഷണലായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു സർക്കുലർ നേരത്തെ ഇറക്കിയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം ഉന്നയിച്ച പ്രശ്നം ഏതാണ് എന്ന് പ്രത്യേകം പരിശോധിച്ചാലേ മനസ്സിലാവും. ഇക്കാര്യം നേരത്തെ തന്നെ നമ്മൾ തീരുമാനിച്ചിരുന്നു, 18 ആക്കിയ സമയത്ത് തന്നെ. ഇത് പ്രത്യേകം പരിശോധിക്കാവുന്നതാണ് സർ. ഓർഡർ ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുന്നു.